പല മോഡലിലാണ് കിളിയുടെ വിളി. അതെ അതെ. കിളിയുടെ ശബ്ദം കേട്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം ആ വെറൈറ്റി ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇപ്പോഴും ഈ മഴ ഇഷ്ടമുള്ള കാര്യമാണ്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ അതങ്ങനെ ചെറുതായിട്ട് പെയ്യുമ്പോൾ ഒരു ആസ്വാദനം വേറെ, അത് കുറച്ച് വലുതാകുമ്പോഴത്തേക്കുള്ള വേറെ. അരയന്നമേ ആരോമലേ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷൻ ആണ്. അത് ഇതേപോലെ തന്നെ മഴ പോലെ തന്നെയാണ്. അതിലൊരു കയറ്റവും പിന്നെ ഒരു ഇറക്കവും ഒക്കെ ഉണ്ട്. ശ്രീകുട്ടനെ എപ്പോഴും പറയാറുണ്ട്, ശ്രീകുട്ടൻ പറഞ്ഞ ഫാസ്റ്റ് സോങ് ആണ് കൂടുതലും കുട്ടൻ പാടിയിട്ടുള്ളത് അല്ലേ. രവിയേട്ടൻ്റെ മാഷിൻ്റെത് രാമായണക്കാറ്റാണെങ്കിലും ബാബാ മനോരഞ്ജനാണെങ്കിലും അതൊക്കെ ശരി ശ്രീകുമാരൻ തന്നെ പാടണം. ശ്രീകുമാരൻ പാടിയപ്പോഴാണ് ബെറ്റർ ആയത്. അതെ അതെ അതെ, വോയിസിന് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള. കാരണം ലാലേട്ടൻ ചെയ്യുന്നത് പോലെ ആ തബല വീണിട്ട് രണ്ടാമത് പോകുന്നില്ലേ. നമ്മൾ സാധാരണക്കാര് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ക്ലാസിക്കൽ സാധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. മംഗല്യ മന്ത്രങ്ങൾ മൂളുന്നു. നല്ല രസമാണ്, നല്ല രസമാണ് പാട്ടോ. ആ വയലിന്റെ ഒരു പീസ് ഉണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ വേദന അതിനകത്തുണ്ടോ ആ സാധനം എല്ലാം അതിനകത്തുണ്ട്. ഇങ്ങനെ ഇളകി മറിഞ്ഞു ഇവരുടെ പാട്ടിന് ഗംഗ ഒഴുകാണോ ഇല്ല ഗംഗയ്ക്ക് ഒരു പാട്ട് ചെയ്താണോ അറിയില്ല, അതേപോലെയാണ്. കാണാത്ത ആളിന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? അത് ഈ ഭാഗത്ത് നോർത്തിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. ചുള ചെയ്യുമ്പോ ഞാൻ ജനിച്ചു, എന്റെ ഒരു ഭാഗ്യമാണ്. എന്റെ ഇളയ മോന്റെ പ്രായം, എന്റെ ഇളയ 78. ചേട്ടൻ്റെ വീട്ടിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. തുടക്കകാലത്തുള്ള പാട്ടുകളെല്ലാം അവർ തങ്ങൾ വന്നിട്ടുള്ള നല്ല പാട്ടുകളായിരുന്നു. അതിൽ തന്നെ ഒറ്റക്കമ്പിനാഥമാണെങ്കിലും സുന്ദരി സുന്ദരി പോലെയുള്ള വേറൊരു ജോണറിലെ പാട്ടും പുള്ളിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അന്ന് കലോത്സവത്തിൽ പാടുന്ന ഈ പാട്ട് പാടിയാണ് വാങ്ങിക്കുന്നത്. ആരും ഇവിടെ കലാതിലകം കിട്ടുന്നത് കിട്ടി പാടിയിട്ടേ കുറച്ച് പാടുള്ള പാട്ടല്ലേ. തന്നെ രവിയേട്ടനെ അംഗീകരിച്ചൊരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം പറയുമായിരുന്നു, മലയാളത്തിൽ രവിയേട്ടൻ പോയ സമയത്ത് പറഞ്ഞു, മലയാളത്തിൽ ഇനി മ്യൂസിക് ഡയറക്ടർ ഇല്ലെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ലയിച്ചിരുന്നു കഴിഞ്ഞാൽ കരയാത്തവരുണ്ടാവില്ല. വല്ലാത്ത ഒരു സങ്കടം വരുത്തിയിട്ടാണ്. പക്ഷെ ആ കഥ അങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റേതിനകത്ത് പറയുന്നത് കുടിച്ചിട്ട് പാടൂ. ശ്രീവിനായകം മാഷ് പറഞ്ഞതാ, കുടിച്ചിട്ട് ആരോടെ പാടാൻ വരാൻ പറ്റുന്നത്. അപ്പൊ അത് പാടിയത്. ആ പാട്ട് ശരിക്കും ദാസാറാണ് റെക്കോർഡ് ചെയ്തതെന്നാണ് മാഷ് പറഞ്ഞത്. അതായത് രവിയേട്ടൻ പാടിയപ്പോ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യാം. വല്ലാത്തൊരു ഇതായിരുന്നല്ലേ. ശോഭ രവീന്ദ്രനാണ് നമുക്കിപ്പോൾ. ഹായ് മാം, നമസ്കാരം. നമസ്കാരം. ഈ വന്നപ്പോ തന്നെ ചോദിച്ചതാണല്ലോ, അന്ന് സംസാരിക്കേണ്ട പ്രമുഖ പാട്ടുകളൊക്കെ സംസാരിച്ചു. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ഇതിന്റെ ഉത്തരം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ വീണ്ടും ഈ പാട്ടുകളൊക്കെ കാണുമല്ലോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പല പാട്ടുകളും ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന ഈ ബാക്കിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ലല്ലോ, ഈ വരിയിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ട്. അപ്പം മാഷിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും സത്യത്തിൽ നമ്മളിപ്പോ തേടാൻ ശ്രമിക്കുന്നത് മാമിന്റെ അടുത്തു നിന്നാണ്. അതിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഈ നവംബറിൽ മാഷിന്റെ ഒരു അവാർഡ് ചിത്രചേച്ചിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും മാഷിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും മാം എല്ലാ ദിവസവും ആരെങ്കിലും ഒക്കെ മാഷിനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടാവും. തീർച്ചയായും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, മാഷ് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും മാഷിനെ കുറിച്ച് സംസാരിക്കാതെയോ ഇരുന്നിട്ടില്ല. പാട്ട് കേൾക്കുന്ന മാത്രമല്ല, ആരെങ്കിലും സംസാരിക്കണ്ടോ. സത്യം പറയണം, ഞാൻ ഈ ശ്രാദ്ധ ഒന്നും ചെയ്യാറില്ല. ഞാൻ പറയും, എന്തിനാണ് മറക്കുന്നവരെയല്ലേ ഓർമ്മിക്കേണ്ടെന്ന് ആവശ്യമുള്ളത്? ഇവിടെ മറവ് സംഭവിച്ചിട്ടില്ലല്ലോ. കാരണം ദിവസം സത്യം പറയാണ്, വളരെ വളരെ സത്യം പറയാണ്.
ഒരു ദിവസം പോലും ആരെങ്കിലും പരിചയക്കാർ വിളിക്കുവോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിളിക്കുവോ, ഇതിനെപ്പറ്റി ചോദിക്കുവോ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുവോ, ഇല്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മറന്നിട്ടില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ ഒരു ദിവസം. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. വാനമ്പാടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൂട്ട് സത്യത്തിൽ ഒരു കിളിയുടെ ഒരു നാദം പോലെ കേൾപ്പിക്കാനും നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. അതായത് ആ ഫ്ലൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പല രീതിയിലും എനിക്ക് തോന്നുന്നു പല ഫ്ലൂട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതിനൊരു കാരണമായിട്ട് ഞാൻ ഒരു കാര്യത്തെ കാണുന്നുണ്ട്. അത് രണ്ടാമത് ഞാൻ പറയാം. മാം ആ ഫ്ലൂട്ട് ഒന്ന് ശ്രദ്ധിക്കും. ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. വാനമ്പാടി എന്ന് വെച്ചാൽ നൈറ്റിംഗേൽ എന്ന് പറയുന്ന കിളിയാണ്. നൈറ്റിംഗേലിന്റെ ശബ്ദത്തിനകത്ത് ഒരു അതാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത്. പക്ഷെ ഈ പാട്ട് എന്ന് പറയുന്നതിനകത്ത് പല മോഡലിലാണ് കിളിയുടെ വിളി. ഒരു പക്ഷേ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നൈറ്റിംഗേള് പല താളത്തിലാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നി മാഷ് ചിലപ്പോ ഇതും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ ഫ്ലൂട്ടിന്റെ പല രീതിയിൽ പല ആവർത്തിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കിളി ഇങ്ങനെ പാടുമ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ അർത്ഥമാണ് ശരിക്കും. അവരുടെ ശബ്ദത്തിന്, ഇവരുണ്ടാക്കുന്ന ശബ്ദത്തിന് ഓരോ എക്സ്പ്രഷനാണ് അവരുടേത്. ഇണയെ വിളിക്കുന്ന ഒരു ശബ്ദം, മറ്റേത് ഓരോന്ന് ആ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്ന ശബ്ദം, നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും. വെറൈറ്റി വോയിസ്. മാഷിന് പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒബ്സർവേഷൻ ചെയ്യുന്നത്. ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൻ്റെ താളം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടും അതൊരു പെർഫെക്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ഈ മഴയൊക്കെ പോയ സമയത്ത് ഒരു തവള വരിയില്ലേ, അതൊക്കെ വിളിച്ചെന്ന് റെക്കോർഡ് ചെയ്യും ഒറിജിനൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ശരി ഇങ്ങനെ ഒരു പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. കിളിയുടെ ശബ്ദം കേട്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം ആ വെറൈറ്റി ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ മാഷിന് സ്വഭാവം ഉണ്ടായിരുന്നു, അത് തന്നെ ആയിരിക്കും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു ഡിഫറൻസ് എന്തൊരു നന്നായിട്ടുണ്ടല്ലേ അവരുടെ ഇങ്ങനെ വിളിക്കുന്നത് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആ പാട്ടിനകത്ത് ഒരു താളം എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ്, പക്ഷെ മെലഡിയാണ് പാട്ട്. രണ്ടും മെലഡിയാണ്, ആ രണ്ട് പാട്ടുകളും മെലഡിയാണ്. പക്ഷേ നമുക്ക് എന്തൊരു താളമാണ്. എനിക്കിപ്പോഴും ഫ്രഷ്നെസ് തോന്നുന്ന എന്ന് വെച്ചാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും എല്ലാം കൂടെ വരുമ്പോൾ വരും, നന്നായിട്ട് വരും. അതുപോലെ കുറേ പാട്ടുകൾ മാഷിൻ്റെ അങ്ങനെയാണ്. ആ ഒരു ഇത്ര വർഷങ്ങൾ ഇത്ര പോയില്ലേ, എപ്പോഴും ചെയ്തിട്ടുള്ള പാട്ടായിരിക്കും അത്. 80s ഒക്കെ ചെയ്ത പാട്ടുകാരായിരിക്കും. 40-40 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചെയ്തിട്ട്. പക്ഷെ ഇന്നും ഈ പോലത്തെ ഈ പാട്ടാണെങ്കിൽ ഈ പാട്ട് കേട്ടാൽ നിങ്ങൾ പഴയ പാട്ടാണ് തോന്നുന്നു നമുക്ക്. പഴയ പാട്ടാണ്. അത് ഞാനെപ്പോഴും പറയും തേനും വേമ്പും അത് ചെയ്ത് നമുക്ക് ഒരിക്കലും അതൊരു പഴയ പാട്ടായിട്ട് തോന്നില്ല അല്ലേ. ഇതൊരു ഇന്നത്തെ ജനറേഷനോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫ്രഷ് ആയിട്ട് അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടൊരു പാട്ട്. പല പാട്ടുകളും അങ്ങനെയാണ്. ചില ഒരു പഴമ തോന്നാത്ത പാട്ടുകൾ അല്ലേ. ഇനിയും അതിൻ്റെ പുതുമ ഒരു പക്ഷേ അത് മാഷിൻ്റെ തന്നെ ഒരു മാഷിന് ഒരു ദീർഘവിഷനുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് നാളെയും ഇത് ഉണ്ടാകണമെന്ന്. ഒരു പക്ഷെ അങ്ങനെ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഇത്ര വർഷത്തിന് ശേഷവും മാഷ് 20 വർഷമായില്ലേ, 20 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിത്ര ചേച്ചി തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് പെട്ടെന്ന് വന്നത് ഇച്ചിരി പാടുള്ള പാട്ടാണ്. അപ്പൊ ചേച്ചി എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാട്ടൊക്കെ പിടിക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പനിനീരുമായി പുഴകൾ നീന്തി. അതിന്റെ ബാക്കിംഗ് ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയാ, ഈ ആവർത്തിച്ച് കേൾക്കും തോറും അത് അതിന്റെ പുതുമ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഒരു ബാക്കിംഗ്. എനിക്ക് തബല ഉപയോഗിച്ചിരിക്കുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സാധനം ഇല്ലേ, അത് ഞാൻ ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഈ വരികൾക്കപ്പുറത്തേക്ക് അവിടെ എത്തുമ്പോൾ ഞാൻ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു അതിന്റെ മിക്സിങ്ങും ആ തരത്തിലാണ് മാഷ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. തബല പല സ്ഥലങ്ങളിൽ പല രീതിയിൽ മാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെ, ഞാൻ വേറൊരു പാട്ടില് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാട്ടും കൂടെ ഞാൻ കേൾപ്പിക്കാം. ഇതാണ് മലയാള സിനിമ പാട്ട് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ രവീന്ദ്രൻ മാഷ് എന്ന് നമുക്ക് തോന്നുന്ന ചില സ്പേസ് ഉണ്ട്. ഇതിന്റെ എൻഡ് അങ്ങനെയാണ് രസം.
ആ തബല വീണിട്ട് രണ്ടാമത് പോകുന്നില്ലേ? ഇത്തരം സ്ഥലങ്ങളൊക്കെയാണ് ഒരുപക്ഷെ ബിജുവേട്ടന്റെ എഴുത്താണ്. സത്യത്തിൽ ആ വരികൾ ഭയങ്കര രസമായിട്ട് ഞാനൊക്കെ ആവർത്തിച്ച് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ചില ഇറോട്ടിക് എലമെന്റും തീർച്ചയായിട്ടും വരികളും വേണം. വരികളും ഇമ്പോർട്ടൻസ് ആകുമ്പോഴാണ് ട്യൂണും കൂടി രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ ഒരു ഇത് വരുന്നത്. അതൊരു ഭാഗ്യമാണ്. മാഷും ബിജുവേട്ടാണെങ്കിലും ഇച്ചിരി പോച്ചക്കാരാണെങ്കിലും ഗിരീഷാണെങ്കിലും കൈതപ്പാണെങ്കിലും ആരാണെങ്കിലും നല്ല വരികളും കിട്ടിയെന്നുള്ളതാണ്. എല്ലാം നല്ല സൂപ്പർ വരികളാണ്. ഇവിടെ കോമ്പിനേഷൻ നമ്മൾ പറയാറുണ്ട്, മാഷ് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടീം വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചേരുന്ന ടീമായിരുന്നു അല്ലേ? ഏത് ലിറിക്കേറ്റോടൊപ്പം എഴുതിയ പാട്ടുകൾ ചെയ്ത പാട്ടുകളും അതുപോലെ ഹിറ്റായിരുന്നു. ഈ മാഷിന് അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരോടും ശരി. ഈ മാഷിന്റെ പാട്ടുകളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മാഷ് തന്നെ പറയാറുള്ള കാര്യമുണ്ട്, ഒരു ചാറ്റൽ മഴ പോലെ വന്നിട്ട് അത് പതിയെ പെയ്തിറങ്ങുകയും പിന്നെ ഇടിമിന്നലും പ്രളയവും ഒക്കെ സംഭവിച്ചതിന് ശേഷം താഴോട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ചിരിയോ ചിരിയിൽ ഇപ്പൊ ബിജുവേട്ടൻ കൂടെ ചിരിയോ ചിരി തുടങ്ങുമ്പോ തന്നെ ഈ പരിപാടി തുടങ്ങി. അപ്പൊ 7 സ്വരങ്ങളും ഇന്നും നമ്മൾ പലവട്ടം സംസാരിക്കുന്ന പാട്ടുകളും മാഷിന്റെ പാട്ടുകളെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയ പാട്ട് താരകയുണ്ട്. പക്ഷെ എങ്കിലും അത് വേറൊരു ജോണറിലാണ്. പക്ഷെ ഇത്തരം കൈൻഡ് ഓഫ് പിന്നീട് നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ ഹിറ്റ് ആയിട്ടുള്ള ഇപ്പൊ ഹിസൈന സബ്ദുള്ള ആയിക്കോട്ടെ, ആറാം നമ്പറിന്റെ ആയിക്കോട്ടെ, എല്ലാം വന്നിട്ടുള്ളത് ഈ ചിരിയോ ചിരിയുടെ ആ ഫോർമാറ്റ് ഉണ്ടല്ലോ. ആ ഫോർമാറ്റ് പലവട്ടം ആവർത്തിക്കുകയും എന്നാൽ അത് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടു. ഒന്നിനും കുറേ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ പാട്ടുകൾ. അത് മാഷ് എപ്പോഴും പറയും, മാഷിന് എപ്പോഴും ഈ മഴ ഇഷ്ടമുള്ള കാര്യമാണ്. ആ മഴ വളരെ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒബ്സർവേഷനാണ്. അതങ്ങനെ ചെറുതായിട്ട് പെയ്യുമ്പോൾ ഒരു ആസ്വാദനം വേറെ, അത് കുറച്ച് വലുതാകുമ്പോഴത്തേക്കുള്ള വേറെ അല്ലേ. അതിന്റെ മാഷനെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം കൂടുതൽ. ആ ഒരു എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോരോ മനോധർമ്മം ഉണ്ടല്ലോ. മനോധർമ്മം അനുസരിച്ചാണല്ലോ ഓരോരുത്തരും, നമ്മൾ പറയില്ലേ 7 സ്വരങ്ങൾ വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നു. ഓരോരുത്തരും അവരുടെ മനോധർമ്മം അനുസരിച്ചിട്ടല്ലേ ചെയ്യുന്നത്. മാഷിന് കിട്ടിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഈ ഒരു മാഷ് ഈ ഒരു പടം വന്നിരുമ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, കഥ മുഴുവനും കേൾക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് കഥ മുഴുവനും കേൾക്കും. അപ്പോഴാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ്. അപ്പോൾ കഥാപാത്രത്തിനോട് ഉൾക്കൊള്ളാൻ പറ്റും, അങ്ങോട്ട് നന്നായിട്ട് ഇഴിച്ചു തരാൻ പറ്റും. ആ കഥാപാത്രത്തിന്റെ ബാക്കി കാര്യം കൂടെ അറിയുമ്പോൾ ആ കുട്ടി ഇങ്ങനെയായിരുന്നു, ഒരു കുട്ടിയായിരുന്നു, ഇങ്ങനെ ആയതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മുഴുവൻ കഥ അറിയുന്ന മുഴുവൻ കഥയും അറിയുന്ന സമയത്ത് കുറെ കൂടെ വരും. അപ്പോഴായിരിക്കും ഈ കൂടുതൽ അതിനകത്തോട്ട് ഒരു എന്താ പറയുന്നത്, ഈ സാധാരണ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകാൻ സാധിക്കുന്നത്. അത് വളരെ നിർബന്ധമായിരുന്നു മാഷ് കേട്ടോ. അതെന്ത് എന്നോട് പറയാറുണ്ട് എപ്പോഴും. സാധാരണ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കേൾക്കും, ഇതൊരു ലവ് സോങ് ആണ്, ഇതൊരു ഫൈറ്റ് സോങ് സീനാണ്, അത് ഇന്ന സീനാണ്, ഇന്ന സീനാണ്, അതൊക്കെ കറക്റ്റ് മേടിച്ചിട്ട് കൊടുക്കും. പക്ഷെ അതിന് പിന്നിൽ എന്തായിരുന്നു, പിന്നെ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു ഫ്രെയിമിൽ എന്നായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ മാഷ് എപ്പോഴും പറയും, ശരി അങ്ങനെ ചെയ്ത് ശരിയാവില്ല, അതിന്റെ ബാക്ക് ബിഗിനിങ് എന്തായിരുന്നു, പിന്നെന്താ ഈ കുട്ടിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, അതും അറിയണം. അപ്പോൾ ആ രണ്ടും കൊണ്ട് അറിയുമ്പോൾ അതിന് ചേർക്കും. അതുകൊണ്ടാണ് ഇന്ന് മാഷിന്റെ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഞാനും രതീഷ് ഇട്ടുതരാം, തമ്പുരു കുളിർച്ചോടി എന്ന് പറഞ്ഞിട്ട് പാട്ടിന്റെ ഈ ഇടയ്ക്ക് ഒരാള് മനുഷ്യൻ വന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു 3-4 പേജ് ഓരോ വാക്കും എടുത്തിട്ട് അങ്ങനെ അലസി അവലോകനം ചെയ്തിട്ട് ഓരോ വാക്കിനും മീനിങ് കണ്ടുപിടിച്ചു. ഈ വാക്കിന് എങ്ങനെ മാഷ് ഈ ഭാവം കൊടുത്തത്, ഈ ഭാവം കൊടുത്തത്, ആ വാക്കും ആ ഭാവം കൂടെ ഇഴിച്ചേർന്നിരിക്കുക അങ്ങോട്ട്. അവരങ്ങനെ വിശദീകരിച്ച് നമുക്കത് വായിച്ചപ്പോൾ ആശ്ചര്യം തോന്നി, ഇത്ര ഉണ്ടായിരുന്നു ഈ പാട്ടിനകത്ത് ഉള്ള കാര്യം. നമ്മളിങ്ങനെ കേൾക്കുന്നു, അത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഓരോ വാക്കുകളും ശരിക്കും എൻ്റെ കയ്യിലുണ്ട്, മൊബൈലിലുണ്ട്. ആ എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ പറയാം, ഇതിൽ നിന്ന് മാഷ ആദ്യം ഭാവം കൊടുത്തിട്ട് വരി എഴുതിയാണെന്ന് അറിയില്ല, രണ്ട് ചേർന്നിട്ടുണ്ട് അത്രയ്ക്ക് വേണ്ടും ഒരു വാക്ക്. ആ കഥ മുഴുവനും മനസ്സിലാക്കാൻ പറ്റും ഈ ഒറ്റ ഒരു പാട്ടിലൂടെ. അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഒരു പാട്ടും കൂടെ പറയാം. എനിക്ക് പല ഏരിയസിലേക്ക് പോവേണ്ടതുണ്ട് മാം സംസാരിക്കുമ്പോൾ. ആ ഏരിയസിലൂടെ, അതായത് സോക്കോൾഡ് രാമകഥ, ശരിക്കും അതിനകത്ത് ഒരു ബിറ്റില് ആ വയലിൻ്റെ ഒരു പീസ് ഉണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ വേദന അതിനകത്തുണ്ടോ ആ സാധനം എല്ലാം അതിനകത്തുണ്ട്. ഞാൻ ശരിക്കും ഈ മൊത്തം കാണുമ്പോൾ വരികളും ഒക്കെ കൈതപ്പുറം അത്രയും നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആ സ്പേസിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഷൂട്ട് നടന്നതിനെ കുറിച്ച് പറയുന്ന കഥയും കൂടെ കേൾക്കുമ്പോഴാണ് ഇതിന്റെ അത്ഭുതം കൂടുന്നത്. ഇത് മാഷ് പാടിയത് വെച്ചിട്ട് ആ ബാക്കിംഗ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. എമർജൻസി കഥ, തട്ടിക്കൂട്ടൽ കഥയായിരുന്നു മാറിയ സമയത്ത്. അപ്പം പറയുമായിരുന്നു, ഒരിടത്ത് കമ്പോസിങ് നടക്കുന്നു, ഒരിടത്ത് ഷൂട്ട് നടക്കുന്നു. അപ്പം ദാസേട്ടൻ പാടുന്നതിന് മുമ്പേ മാഷ് പാടിയത് വെച്ചിട്ടാണ് ഷൂട്ട് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ കുറേ. പക്ഷെ എന്നിട്ടും ആ കഥയുമായിട്ട് അങ്ങോട്ട് ചേരാൻ പറ്റിയത് കൊണ്ടാണ് ശരി
അത്രയ്ക്ക് ആ തീവ്രത വന്നിരിക്കുന്നതിനകത്ത്. അത് മോഹൻലാലിന്റെ മനസ്സിലെ സംഘർഷം മുഴുവനകത്തുണ്ട് അല്ലേ? ആ സംഘർഷം അവിടെ ഒരാൾ ചിതയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു സന്തോഷത്തിന്റെ സംശയം. വളരെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഈ പറഞ്ഞൊരു സന്ദർഭം അങ്ങനത്തെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഓരോരുത്തർക്ക് ഇങ്ങനെ ഫലിപ്പിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം കിട്ടണോ? ഇപ്പോൾ പടങ്ങളിലും നമുക്ക് അങ്ങനത്തെ സന്ദർഭം കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അങ്ങനത്തെ പാട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല, പക്ഷെ ചെയ്യാനും ഒരു സന്ദർഭമുള്ള പാട്ട് വരണ്ടേ? മാഷ് പ്രത്യേകിച്ച് പറയും, മാഷിനോട് ആരെങ്കിലും പിന്നെ വടം ചെയ്യാൻ പറയും, എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എനിക്ക് ചെയ്യാനില്ലാത്ത ഒന്നും ശരി, അതായത് എന്നെ ഒന്ന് അറിയിക്കണം, എന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം അതിനകത്ത്, ഇതെൻ്റെ പാട്ടാണ്, എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം, അത് ചോദിക്കുമായിരുന്നു കേട്ടോ. ചെറിയ പടങ്ങളൊക്കെ വരുമ്പോൾ ചോദിച്ചു, ചെറിയ പടമോ വലിയ പടമോ ഒന്നും കാര്യം പ്രശ്നമില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഈ സമയക്കുറവുണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തരായിട്ട് പറഞ്ഞു പോവേണ്ടതുണ്ട്. ഇപ്പൊ ബിജു ഏട്ടൻ സത്യത്തിൽ ഈ പാട്ടെഴുത്തില് ഏറ്റവും ബെസ്റ്റ് പാട്ടെഴുത്തുകാരനായിട്ട് പലരും കാണിക്കുന്ന ബിജു ഏട്ടനെയാണ്. കാരണം കവി എന്നുള്ള അർത്ഥത്തിലല്ല, ഈ സിനിമാ ഗാനങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് ബിജു ഏട്ടനെ പലരും വിലയിരുത്തുന്നത്. എല്ലാ ലെജൻസും ഉള്ളപ്പോഴും ബിജു ഏട്ടനും എക്സിസ്റ്റ് ചെയ്തു, അത് ടോപ്പ് ലെവലിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ പല പാട്ടുകൾ, ഇപ്പോൾ സുന്ദരി സുന്ദരി പോലെയുള്ള വേറൊരു ജോണറിലെ പാട്ടും പുള്ളിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിൽ MG ശ്രീകുമാർ ലാലേട്ടൻ്റെ ആ വോയിസ് കോമ്പിനേഷനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് രവീന്ദ്രൻ മാഷും. അതിൽ ഈ സുന്ദരിക്ക് ഭയങ്കര ഒരു എൻ്റെ കസ്തൂരിയൊക്കെ ഉണ്ട്, പക്ഷെ സുന്ദരി അത് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ മിഴിച്ചിരുന്ന് കണ്ട ഈ അവിടെ കല്യാണത്തിനുള്ള അരിയിലും ആ പറയുന്ന സാധനങ്ങളും എല്ലാം മേളമൊക്കെ ആയിട്ട് ബിജുവേട്ടൻ ഒന്ന് ഓർക്കുമോ? ബിജുവേട്ടൻ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. തുടക്കകാലത്തുള്ള പാട്ടുകളെല്ലാം അവർ തങ്ങൾ വന്നിട്ടുള്ള നല്ല പാട്ടുകളായിരുന്നു. എന്നിട്ട് അതിൽ തന്നെ ഒറ്റക്കമ്പിനാഥമാണെങ്കിലും അല്ലേ, മറ്റേതും എല്ലാ പാട്ടുകളും ശരി, എത്ര ഒരു ഇതാണ്. ബിജുവേട്ടൻ്റെ കാര്യം വെച്ചാൽ ഇവർ ഒരു കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് ഫോട്ടോ ഒക്കെ വീട്ടിലിരിപ്പുണ്ട്, ഇങ്ങനെ നല്ല മുണ്ടും മടക്കി കൊടുത്ത് രണ്ടെണ്ണം കൂടെ ഇങ്ങനെ ടെറസിലൊക്കെ പോയി ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇവർ അവരുടെ ലോകമാണ്, പിന്നെ അവരുടെ ലോകത്തിലേക്കാണ്. പക്ഷെ അവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡിസ്കസ് ചെയ്താണ് അവരുടെ ഒരു കൂടുതലും പിന്നെ പാട്ടുകൾ ബിജുവേട്ടനായിട്ട് വരുന്നത്, തങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മാറ്റങ്ങളൊക്കെ. പക്ഷെ ഒരുപക്ഷെ രണ്ടുപേർക്കും ഈ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടും ബിജുവേട്ടനെ പോലെ തന്നെ രവിയേട്ടനും ഭാഷയുടെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതുകൊണ്ടായിരിക്കും ഈ കോമ്പിനേഷൻ ഇത്രത്തോളം ബെറ്റർ ആയിട്ട് വരാൻ സാധിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പാടാണ്. ഭാഷ അറിയാത്ത ആളിനെ ഒരു പറഞ്ഞ് എക്സ്പ്രസ് ചെയ്ത് അത് നമുക്ക് അപ്പം ഇതങ്ങനല്ല, ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നതുകൊണ്ടായിരിക്കാം അല്ലേ ഒരു കൂടുതലൊന്നും. ബിജുവേട്ടനായിട്ട് നല്ലൊരു രീതിയിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ പിന്നെ മകളെ പാതിമറ്റൊക്കെ ആ ഭാഗത്തും വന്നല്ലോ ലാസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നെ ഗിരീഷൊക്കെ ആയിട്ട് മാറി ബിജുവേട്ടന്. പക്ഷെ സമയരഥങ്ങളിൽ വേറൊരു ജോണറിലുള്ള പാട്ടാണ്, അതിന്റെ മീറ്ററും വേറൊരു മീറ്ററാണ്. അപ്പോൾ അതും പക്ഷെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന സമയരഥങ്ങളിൽ സത്യത്തിൽ അണ്ടർ റേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. മാഷിന്റെ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള പാട്ടുകൾ നമ്മൾ ഇപ്പോഴും ഗാനമേളകൾക്ക് എല്ലാവരും പാടും, പക്ഷെ ഇത്തരം ചില പാട്ടുകൾ പാടാറില്ല. പക്ഷെ നമ്മളൊക്കെ സ്വകാര്യമായിട്ട് ഇപ്പോഴും ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന പാട്ടുകളിലൊന്നാണ്. അത് തന്നെ ഒരു കൊച്ചു കളി വീണയിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനകത്ത് തന്നെ ആ പാട്ടത്തിൽ അതുണ്ട്. അതും അതുപോലെ തന്നെയാണ്. അതും എൻ്റെ ആദ്യം പുറത്ത് വരാത്തൊരു പാട്ടാണ്, ഓഡിയോയിലൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. ആ പ്രത്യേകത്തിനുള്ള പാട്ട് ചെറിയ അത് കുറച്ച് ഒരു പക്ഷെ ശോകഗാനം ആയതുകൊണ്ടായിരിക്കും ഈ ഗാനമേളൊക്കെ ശോകഗാനം ആദ്യം പാടില്ലല്ലോ, അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു അതേപോലെ കളിപ്പാട്ടത്തില് ചാച്ചിക്കോ 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 കൊഞ്ചി 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 കിളിയേ പറന്നുവാ, അത് നമ്മളെല്ലാം നമുക്ക് ഈ സ്വകാര്യമായിട്ട് ആസ്വദിക്കാം. ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ പാട്ടുകളൊന്നും പറയാറില്ല, അതുകൊണ്ടാണ് ഗാനമേളകൾക്ക് പാടാത്തതെന്ന് തോന്നുന്നു. ചില പാട്ടുകൾ അങ്ങനെ ഗാനമേളകൾക്ക് വിട്ടു. സത്യമാണ് രജനീഷ്, കുറേ പാട്ടുകൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ പറയും, എത്ര നല്ല നല്ല പാട്ട്, നിങ്ങൾ കുറച്ച് പാട്ടുകൾ ഒരു 10-20 പാട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പ്രമദവനോ ഒരു ഇത് മാത്രം മാത്രമായിട്ട് ഹരിമുരളീരമോ ഇതൊന്നുമില്ല, ഇതൊന്നും ഞാൻ പാടിക്കോളൂ, അത് പാടിക്കോളൂ. പക്ഷെ 10 പാട്ട് വേറെ എടുക്കാമല്ലോ. അപ്പം ഏതോ കിളിനാഥൻ എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടില്ലേ, മകസറിലെ പാട്ട്, ആ പാട്ടൊക്കെ വന്നിട്ട് എത്ര മനോഹരമായ പാട്ടാണ്. ഈ കുറേ പാട്ടുകൾ മാഷിൻ്റെ അങ്ങനെ നന്നായിട്ട് ആസ്വദിക്കും. ഈ പ്രാവശ്യം ശരി നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഞാനിപ്പം ഈ 19-ാം തീയതി ഞാൻ പ്രത്യേകം പറഞ്ഞു, ഋതുമതിയായി എടുക്കണം, വാനമ്പാടി എടുക്കണം, ഇതൊക്കെ എൻ്റെ സെലക്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ എടുക്കാറേ ഇല്ല. പിന്നെ എന്തോന്നും ഐ ലവ് സിന്ധു എന്ന് പറഞ്ഞിട്ട് പാട്ടല്ല, മറ്റേ താളം തെറ്റിതരായിട്ടുള്ള ഹേമന്ത ഗീതം, നല്ല ഫാസ്റ്റ് ആയിട്ടൊരു സോങ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ മറ്റേ മഴനിലാവിലെ രാവിലെ രാഗനിലാവിലെ, അതൊക്കെ
എല്ലാം ബെസ്റ്റ് പാട്ട്. പക്ഷെ ഇവരാരും ഇത് പക്ഷെ എടുക്കാറില്ല. രാവിൽ രാഗനിലാവിൽ ഇതേപോലെ യൂസ് ചെയ്യാത്തൊരു പാട്ടാണ്. യൂസ് ചെയ്യാൻ അത് നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. ജാനകിയമ്മയുടെ എന്തോ രസമായിട്ട് പാട്ടാണ് തോന്നിട്ട്. ജാനകിയമ്മയുടെ അന്നത്തെ ഒക്കെ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒപ്പിയെടുക്കുന്ന ശബ്ദമല്ലേ. എന്തോ പറഞ്ഞാൽ ശരി, ജാനകിയമ്മയുടെ ആ ഒരു വല്ലാത്തൊരു അവരുടെ എന്താ കഴിവ്. ഈ തെലുങ്ക് സ്ത്രീ ആയിട്ട് പോലും അല്പം പോലും നമുക്ക് തോന്നാറില്ലല്ലോ. ചെറുപ്പം ഉപയോഗിച്ച് കുട്ടിയായിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ഈയിടയ്ക്ക് ഗൾഫിലൊരു പ്രോഗ്രാമിൽ നമ്മൾ പാടിച്ചു. ആണല്ലേ? ഈ കടിഞ്ഞൂൽ കല്യാണത്തിലെ മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗനസഞ്ചാരം എന്ന് പറയുന്നത്, മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. ചില പാട്ടുകൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മള് ഇപ്പോൾ അരേന്നമേ ആരോമലെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷനാണ്. അത് ഇതേപോലെ തന്നെ മഴ പോലെ തന്നെയാണ്. അതിലൊരു കയറ്റവും പിന്നെ ഒരു ഇറക്കവും ഒക്കെ ഉണ്ട്. അരേന്നമേ ശരിക്കും നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില ഇങ്ങനെയുള്ള സംഗീത സദസ്സുകളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഏതെങ്കിലുമൊക്കെ പടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആൽബം സോങ് ആണത്. പക്ഷെ ഈ ആൽബം സോങ്ങിന്റെ തന്നെ അതാണെങ്കിലും എല്ലാ പാങ്ങും അരേന്നമേ ആണെങ്കിലും ഈ ഇടയ്ക്ക് നമ്മുടെ സുദീപ് ഇങ്ങനെ അത് പാടി കാണിച്ചിട്ട് ശരിയും അതിൻ്റെ അത് എഴുത്തും ആ വരികളും അത്രത്തോളം ഇതല്ലേ അത് കണ്ടിച്ചിരുന്നിട്ടോ. അതങ്ങനെ പാടി അത് ആ കഥ മുഴുവനകത്ത് വരികയാണ്, ഒരു സന്ദർഭത്തിൻ്റെ കഥ മുഴുവനും. ആൽബം സോങ്ങുകളെ പറ്റി ഈ പ്രാവശ്യം ഒരു ചർച്ച നടത്തിയായിരുന്നു, കുറേ പാട്ടുകളെ പറ്റി. പോരുന്നുള്ള കാക്കപ്പൂ കടം തരുമോ ആ പാട്ടാണെങ്കിലും ഏത് പാട്ടാണ്, വലംപിരി ശങ്കരൻ്റെ ആണെങ്കിലും. ഈ വലംപിരി ശങ്കരാണല്ലോ ഒരു കാലത്ത് വന്നിട്ട് എല്ലാവരും പിന്നെ കലോത്സവത്തിൽ പാടി. ഞാൻ അത് മാത്രമല്ല അന്ന് കലോത്സവത്തിൽ പാടുന്ന ഈ പാട്ട് പാടിയാണ് വാങ്ങിക്കുന്നത്. ആരും ഇവിടെ കലാതിലകം കിട്ടുന്നത് കിട്ടി പാടിയിട്ടേ. കുറച്ച് പാടുള്ള പാട്ടല്ലേ. പക്ഷെ അത് പാടിയത് കൊണ്ട് തന്നെയാണ് ശരിക്കും സൗപർണികാമൃത പാടുന്ന സമയത്ത് ഈ വിവരം മാഷിനോട് പറയുകയും അപ്പം കുറച്ചുകൂടെ എളുപ്പമായി പാട്ട് അവിടെ പാടി കൈയ്യടി നേടിയിട്ടുണ്ടെങ്കിൽ. അത് പിന്നെ വളരെ തന്നെ രവിയേട്ടനെ അംഗീകരിച്ചൊരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം പറയുമായിരുന്നു, മലയാളത്തിൽ രവിയേട്ടൻ പോയ സമയത്ത് പറഞ്ഞു, മലയാളത്തിൽ ഇനി മ്യൂസിക് ഡയറക്ടർ ഇല്ലെന്നാ പറഞ്ഞത്, മലയാളത്തിൽ സംഗീതം നിലച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അതിന് മുമ്പേ അദ്ദേഹം നല്ല മതിപ്പുള്ള റെസ്പെക്റ്റ് ഉള്ള ആളാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ശരി, അദ്ദേഹം വേറൊരു ജീനിയസ്, വേറൊരു വഴിക്ക് പോകുന്ന അത് അദ്ദേഹം രവിയേട്ടൻ അദ്ദേഹത്തിന്റെ ആരാധന, അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആരാധനായിരുന്നു. ഒരു പാട്ടിനകത്ത് ഒരു ചെറിയൊരു ചായ വന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇളയരാജയുടെ പാട്ടിന് ചെറിയ ചായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് ഇത് കേട്ടേ അത് എന്റേതാണോ അങ്ങനെയൊന്നും എനിക്കറിയാതെ അതേപോലെ ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊക്കെ അങ്ങേരും ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിക്കില്ലേ ഇവിടെ ഇങ്ങനെ അപ്പം നോക്കിപ്പോണേ ഇറക്കിയിട്ടുണ്ടാവും ആ പാട്ട്. അങ്ങനെ അത്രയ്ക്ക് ഒരു നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതായിരുന്നു. അദ്ദേഹം രവിയേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി തവണ. ഒരു നമ്മുടെ ഈ 2014 പ്രോഗ്രാം നടന്നില്ല, അപ്പോൾ അദ്ദേഹം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ മദ്രാസിൽ വെച്ചിട്ട് കാണാൻ പോയി അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം വളരെ കൂടുതൽ ഭാഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. വളരെ ഒരു നഷ്ടമായി അതാ ഇതെന്നൊക്കെ കുറേ നേരം നല്ലൊരു റെസ്പെക്റ്റ് ആയിരുന്നു അങ്ങോട്ട്. അത് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന പേരറിയാം മകയിരം നാളറിയാം സുജാതയുടെ പാട്ട് സൂത്രധാരനാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര രസമാണ്. അതേ മൂഡിൽ വേറൊരു പാട്ടുമുണ്ട്, ആരും ആരും. അത് രണ്ടും എനിക്ക് ഈ രാജാ സാറിനെ ഓർക്കുമ്പോൾ ഈ പേരറിയാമും വരും, അതിന്റെ മ്യൂസിക് കോമ്പോസിഷൻ എവിടെയോ ചെറിയൊരു ഉള്ളിൽ അത് അവരുടെ ശരി കോപ്പിങ്ങോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലത്. അവരുടെ ഉള്ളിലുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം, ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതായിരിക്കാം. അവരുടെ മൈൻഡ് ഏകദേശം ഒരു പാട്ടിന്റെ സിറ്റുവേഷൻ കിട്ടുമ്പം ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. രവിയേട്ടനും പറയാറുണ്ട് പലപ്പോഴൊക്കെ. അപ്പോൾ ഒരു പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി അത് എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതൊക്കെ എന്നോടൊന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വന്നിട്ട് അദ്ദേഹം അതൊരു ഓരോരുത്തർക്ക് ഓരോ നേരം കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ലേ, എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു സമയത്ത് കിട്ടുന്ന ഒരുപാട് ബിറ്റുകൾ ഒരുമിച്ച് ചേർത്തിട്ട് പാട്ട് തുടങ്ങാൻ സമയത്ത് നമ്മൾ വിചാരിക്കാത്ത എവിടെയോ പോയി പാട്ട് തുടങ്ങുന്ന ഒരു ശീലം പല പാട്ടിലും ചെയ്തിട്ടുണ്ട്. ചിലതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചിലത് അത് എന്താണോ അതിന്റെ ഒതുക്കത്തോടു കൂടി അത് അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു. പക്ഷെ ചില പാട്ടുകളിൽ അങ്ങനെയല്ല, ഫസ്റ്റിൽ കുറെ സാധനങ്ങളുണ്ടാവും. നീലക്കടമ്പിലെ കുടജാദ്രിയിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു ബീജിയം ഉണ്ട്. ഇത് കരയും നമ്മൾ കേൾക്കുമ്പോൾ, അതായത്
ഭക്തിയും ഈ പറയുന്ന നമ്മുടെ ഈ മനസ്സ് ആഴത്തിലുള്ള സെന്റിമെന്റ്സും കൂടെ ചേരുന്ന ഒരു സ്പേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ലയിച്ചിരുന്നു കഴിഞ്ഞാൽ കരയാത്തവരുണ്ടാവില്ല. ശരിക്കും പറഞ്ഞ കുടജാദ്രി മാഷ് കണ്ടിട്ടില്ല ഈ പാട്ട് ചെയ്യുമ്പോൾ. വല്ലാത്ത ഒരു സങ്കടം വരുത്തിയിട്ടാണ്. പക്ഷെ ആ കഥ അങ്ങനെ ആയിരുന്നു. ഒരു പെൺകുട്ടിയെ അവിടെ വെച്ചിട്ട് ഒരുത്തർ നശിപ്പിക്കുന്ന ഒരു കഥയായിട്ടൊക്കെയാണ് വരുന്നത്. മൂകാംബികയിൽ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു കഥയൊക്കെയാണ് ഇത് തന്നെ. അപ്പോൾ ഒരു ആ ഒരു വേദനയാണിത്. ആ വേദനയാണ് അവിടെ വരുന്നത്. ആ കുട്ടിയെ അവിടെ തൊഴാൻ പോയ കുട്ടിയെ അവിടെ വെച്ചിട്ട് ഒരു കശ്മീരിൽ നശിപ്പിക്കുന്നതായിട്ടായിരുന്നു ഏറ്റവും കഥ. അതുകൊണ്ടാണ് നടക്കാതെ പോയത്. അമ്മയുടെ മുന്നിൽ അങ്ങനെ സംഭവിക്കില്ല അല്ലേ? അമ്മയുടെ മുന്നിൽ അങ്ങനെ സംഭവിക്കുമോ? പക്ഷെ പടം നടന്നില്ലല്ലോ ഒരു ഫ്രണ്ട്. പിന്നെ ഡയറക്ടർ ആക്സിഡന്റ് ആയി, അങ്ങനെ ശരി അവിടെ തന്നെ വെച്ചിട്ട് ആക്സിഡന്റ് ആയി. അങ്ങനെയൊക്കെയാണ് പല സംഭവങ്ങളും അതിന്റെ പിന്നിൽ നടന്നു. ഒരു പിന്നെ ആരും ഇതായിട്ടില്ല. പക്ഷെ ആ ഒരു വേദനയാണ് ആ ബീജിയന് കാണുന്നത്. ഇതിനെ വെച്ചാൽ ഈ കുടജാദ്രി എന്ന മല അന്ന് മാഷ് കണ്ടിട്ടേ ഇല്ല. പക്ഷെ കുടജാദ്രി പോയിട്ടില്ല. മൂകാംബികയിൽ പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. പിന്നെ അപ്പുറം പിന്നെ മല കയറണമല്ലോ കുടജാദ്രിയിൽ പോകണം. ജയകുമാർ സാറും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് സാറ്. ഇവട്ടൊട്ടും കണ്ടിട്ടില്ല. പക്ഷെ മാഷ് പറയായിരുന്നു ഈ കഥ ഇങ്ങനെ കേട്ട് എല്ലാം പറയുമ്പോഴത്തേക്ക് ആ മലയിലാണ് എല്ലാം സംഭവിക്കുന്നത്. കുടജാദ്രിയിലാണ് ഈ കഥ മൊത്തം സംഭവിക്കുന്നത്. അപ്പൊ ഈ മാഷ അതിൽ കാണിച്ചിരിക്കുന്നത് കുടജാദ്രി മല മൂകാംബിയെ പ്രദക്ഷിണം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ബീജം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും അമ്മയ്ക്ക് പ്രദക്ഷിണം ചെയ്തത്. അമ്മ നടുവിലും മലകൾ ഇങ്ങനെ അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് അവരുടെ സങ്കല്പം. ചേട്ടൻ അതാ പറഞ്ഞത് ശരിയുണ്ട്. മലകളെല്ലാം ശരി, കുറെ മലകളുണ്ട് ഇവിടെ, പല മലകളുണ്ടല്ലോ. ആ മലകളെല്ലാം അമ്മയെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. അതാണ് ആ അങ്ങനത്തെ ഒരു എടുത്തിരിക്കുന്നത്. അത് മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് വളരെ ലേറ്റായിട്ടാണ് മൂകാംബിയിൽ പോയിട്ടുള്ളത്. അങ്ങനെ പോയ സമയത്ത് മല ഒന്ന് ഈ ജീപ്പിൽ പോകണം. ജീപ്പിൽ വലിയ മലയായിട്ട് കയറണം, കുറച്ച് ഉരുളം കല്ലുകളൊക്കെ. വേണ്ട, ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയില്ല. പക്ഷെ അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ പാട്ട് ചെയ്തത്. പക്ഷെ അമ്മ ആ മലൊക്കെ പിന്നെ പറയുന്നത് എനിക്ക് എങ്ങനെ അങ്ങനെ ആ മലയെ സങ്കല്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. താഴെ വന്നിട്ട് മലയെ കണ്ടു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ സങ്കല്പം അതായിരുന്നു. പ്രദക്ഷിണം, അമ്മയെ പ്രദക്ഷിണം ചെയ്യുന്ന കുറെ മലയുണ്ടല്ലോ, നടുവിലാണ് അമ്മ ഇരിക്കുന്നത്. ശരിക്കും ചുറ്റിമലയാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കല്പം. പിന്നെ കഥ, ആ ഒരു ശോകം വരണം, അതിനകത്തൊരു സങ്കടം വരണം എന്ന് വെച്ചാൽ. അപ്പൊ അതും കൂടെ ചേർന്നിട്ടായിരിക്കും അങ്ങനെ. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത സൗവർണികാമൃതം ഉള്ളപ്പോഴും കുടജാദ്രിയാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇന്നും കുടജാദ്രിയിൽ രാവിലെ ഇടുന്ന പാട്ട് ഇതാണ്. അല്ല, കുടജാദ്രിയിലെല്ലാം മൂകാംബികയിൽ ഇടുന്ന പാട്ട് ഇതാണ്. നമുക്ക് എത്ര കേട്ടാലും അത് മതിയാവില്ല അല്ലേ? എത്ര കേട്ടാലും ശരി, അത് ഭക്തിയാണോ എന്താണെന്ന് മനസ്സിലാവില്ല. അതേപോലെ തന്നെ നമ്മളങ്ങ് മുഴുകും. നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറും അത് അല്ലേ? പ്രാർത്ഥന പറയാൻ പറ്റാതിരിക്കുന്നു. അതാണ് ശരി. ഒരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഈ ഒരു പടത്തിന് ഇത് കാര്യമാരും കൂടെ ഒന്നുകൂടി ചേർത്ത് പറയാം. ഗംഗയെ ചെയ്യുന്ന സമയത്ത് ഇതാണ്. രവിട്ട ഒരിക്കലും ആ ഭാഗത്തുനിന്ന് പോയിട്ടില്ല, ഗംഗയും കണ്ടിട്ടില്ല. രവിട്ട ഭാഗത്തുനിന്ന് പോയിട്ടില്ല. രവിട്ട യാത്ര പോയി ആയിരുന്നില്ല, ഒരിക്കലും യാത്ര പോയില്ല. അങ്ങനെ യാത്ര ഗംഗയൊക്കെ ചെയ്യുമ്പോൾ ഗംഗയുടെ ബീജിങ് ആലോചിച്ചൊക്കെ. ഫസ്റ്റ് ആ ബീജിയം വന്നിട്ട് അത്രയ്ക്ക് ഒരു തണ്ടിയും. രവിട്ടൻ പോയതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു, ഗംഗയിൽ പോയിരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഗംഗയുടെ മെയിനായിട്ടുള്ള സ്ഥലമുണ്ട്, മെയിനുണ്ട് ഒഴുക്ക്, കുത്തി ഒഴുക്ക്. അതായത് എല്ലാം അടിച്ചെടുത്ത് പഠിച്ചപ്പോൾ ആൾക്കാരെ അങ്ങോട്ട് കയറ്റില്ല, എല്ലാം പെട്ടാൾക്ക് പോലീസുകാരൊക്കെ തടുത്ത് വേലി ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ എല്ലാം കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമല്ല. അതായത് ഗംഗ ഇങ്ങനെ എല്ലാത്തിനും അടിച്ച് പൊടിച്ച് ഇങ്ങനെ വരികയാണ്, മണൽത്തിരി ആയിക്കൊണ്ട് വരികയാണ് പറയുന്നത്. അത്രയ്ക്ക് ഉഗ്രമാണ്. ആ ബീജം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി മറിഞ്ഞ് എനിക്ക് കരച്ചിൽ വന്നിട്ട് പോയി അവിടെ വന്നിട്ട്. ഞാൻ നന്നായിട്ട് കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഇത് എങ്ങനെ ചെയ്ത് രവിയേട്ടൻ? രവിയേട്ടൻ്റെ പാട്ടിന് ഗംഗ ഒഴുകാണോ ഇല്ല ഗംഗയ്ക്ക് ഒരു പാട്ട് ചെയ്താണോ അറിയില്ല, അതേപോലെയാണ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ. എന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പറയില്ല, ചില സീൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ടെംപ്റ്റേഷൻ വരില്ലേ, എടുത്തിടാൻ തോന്നും. അതേപോലത്തെ ഒരു ടെംപ്റ്റേഷൻ. ഞാൻ ഒറ്റയ്ക്ക് വിടുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സ്വാമിയുടെ കൂടിയാണ് പോയത്. എല്ലാവരും കയറി പോയിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ നേരം ഈ ഭ്രമ വരുന്ന പോലെ ഇരിക്കും, തലയ്ക്ക് ഇങ്ങനെ ആ മറിഞ്ഞ് വരികയാണ്, ഇളകി മറിഞ്ഞ്. ഗംഗയുടെ അത് കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ എൻ്റെ ഒരു വീഡിയോ തരാം. ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും ശരിക്കും അതിന്
പാട്ടാണ് മാഷ് ചെയ്തിരിക്കുന്നത്. ആ മ്യൂസിക് അത് എങ്ങനെ വന്നെന്ന് ഒരു പിടിയില്ല കേട്ടോ. കാണാത്ത ആളിന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ അത്? ശരി, അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ സ്വാമി വെച്ചാൽ എന്താ ശോഭ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഗംഗയെ ഓർത്ത് പോയതാണ്, പാട്ട് ഓർത്താണ്. രവീന്ദ്രൻ മാഷ് എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോൾ ഒരിക്കലും ഈ ഭാഗത്തിന് ഓർത്തിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഗംഗ അതിനനുസരിച്ച് ഒഴുകുന്നത്, അദ്ദേഹത്തിൻ്റെ പാട്ടിന് അനുസരിച്ചിട്ടാണ് ഗംഗ ഒഴുകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഗംഗയെ കുറിച്ച് പറയുമ്പോൾ ദാസാറിന്റെ ശബ്ദത്തിന്റെ വോയിസ് ബ്രെത്ത് കൺട്രോളിനെ ആൾക്കാർക്ക് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഉടനെ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഹരിമുരളീരാം ആയിക്കോട്ടെ, ഈ പാട്ടുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഹിസൈന സബ്ദുള്ളയിൽ ദാസാർ പാടണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും പാടിപ്പിക്കുന്നു. അപ്പൊ അതിലും ഇതേപോലെയുള്ള എന്താ പറയാ, നമുക്ക് സാഹസങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ രസം എന്താന്ന് വെച്ചാൽ നമ്മള് സാധാരണക്കാർ വരെ ഇത്തരം സാധനങ്ങൾ ഏറ്റു പറയും. ഇപ്പൊ രാമകഥ ഇറങ്ങുന്ന സമയത്ത് അതില് സാരി സരി സരി സാരി സരീരിനി, നമ്മൾ സാധാരണക്കാര് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ക്ലാസിക്കൽ സാധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മാഷ് വളരെ ലളിതമായിട്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഷ് ക്ലാസിക്കൽ ചെയ്യുന്നെങ്കിൽ പോയി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലാസിക്കൽ, ക്ലാസിക്കലിന് ലഘു, അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതായത് ക്ലാസിക്കൽ പാടുന്ന ഒത്തിരി പേരുണ്ട്, കച്ചേരി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്, കറക്റ്റായിട്ട് കച്ചേരി. പക്ഷെ അവർക്കെല്ലാം അതിനെ ലളിതവൽക്കരിച്ച് സിനിമാറ്റിക് ആക്കാൻ പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല അല്ലേ? പല പേർക്കും അതിനകത്ത് കൂടുതൽ അത് വരും, ക്ലാസിക്കൽ വരും മ്യൂസിക്. പക്ഷെ ഇത് ലളിതമാക്കാൻ പറ്റിയെന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പോലും ശരിക്കും അതൊരു പാമരനും പണ്ഡിതനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടില്ല മാഷിന്റെ പാട്ട്. എല്ലാവർക്കും പാടാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പൊ പക്ഷെ എല്ലാവരും പാടുന്നുണ്ട്, കുട്ടികളൊക്കെ അസലായിട്ട് പാടും. ഇപ്പൊ ഒരു കൊച്ചു പയ്യൻ വിശ്വജിത്ത് എന്നൊരു പയ്യനാണ് ഇപ്പൊ നമ്മുടെ രവീന്ദ്ര സംഗീത ഉത്സവത്തിൽ പാടിയത് ഈ രാമകഥ. ഞാനൊക്കെ നാശപ്പെടി, ഇതൊക്കെ മാഷ ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ അല്ലാതെ വേറെ ആരും പാടില്ല എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെ മാഷെ പാടുന്ന ചോദിക്കുമ്പോൾ അത് പാടാൻ പറ്റുന്നൊരു പാടിയാൽ മതി എന്നാ മാഷ് പറയുക. അങ്ങനെ എല്ലാവരും ഒന്നും എൻ്റെ പാട്ട് പാടണ്ട എന്ന് ചുമ്മാ താമസിക്കെങ്കിലും പറയും. പക്ഷെ ഇന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് റിസലായിട്ട് പാടുന്നത്. ഈ ഒരു കൊച്ചുകുട്ടി ഒരു 10 വയസ്സ് തന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, വിശ്വസിക്കുന്ന ഒരു പയ്യൻ ചെന്നിട്ട് രാമകഥ എടുത്ത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പാടുമായിരിക്കുമെന്ന് വെച്ചാൽ ഈ നോട്ട്സ് എല്ലാം ഇതെല്ലാം സ്വരങ്ങളൊക്കെ അസലായിട്ട് പാടിയ കുട്ടികളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ പാടാൻ അങ്ങനത്തെ ഒരു കഴിവ് ഉള്ളവർക്ക് പറ്റുന്നുണ്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാലേ. അപ്പോൾ അതാണ് എൻ്റെ ലളിതവർക്ക് അതിനൊരു, അതാണ് എല്ലാവരും മാഷിനെ കുറിച്ച് പറയുമ്പോൾ പല പേരും അറിവുള്ളവരെ കുറച്ച് പേരും പറയുമ്പോൾ അങ്ങനെ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാകില്ല, മ്യൂസിക് ചെയ്യുന്നവരുണ്ടാകും, സംഗീതജ്ഞന്മാർ നല്ല പഠിച്ചുണ്ടാകും, സിനിമ ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന് ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ആക്കാൻ പറ്റിയല്ലോ. ഇപ്പൊ കർണാടകക്കാർക്ക് ഇഷ്ടപ്പെടും ഈ പാട്ട്, അത് പഠിച്ചവർക്കും ഇത് ഇഷ്ടപ്പെടും, മാഷിന്റെ പാട്ട് ഇഷ്ടപ്പെടാതില്ല. അതേസമയം സാധാരണ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും രസിക്കാൻ പറ്റും അല്ലേ? ആ ഒരു പ്രത്യേകത നമ്മൾ ശരത്ത് പറയും, നേരത്തെ രജനീഷ് പറഞ്ഞില്ലേ, തുടങ്ങുന്നിടത്തായിരിക്കും പോകുന്നിടത്തുണ്ട്. നമ്മൾ ശരത്ത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ശരത്തുകാരുന്നല്ലോ, കുറേ മാഷിൻ്റെ കൂടെ കൊണ്ടായിരുന്നു, കുറേ കീബോർഡ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം ഒരു വന്നിരുന്ന കമ്പോസിങ്ങിന് വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ടിൻ്റെ അകത്തൊക്കെ കണ്ട് തുടക്കത്തിലും ശരത്ത് പറയുന്നതാണ്, ഞങ്ങൾ വിചാരിക്കും ഈ രാഗത്തിൽ തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ ഇതിങ്ങനെയായിരിക്കും എൻ്റെ സഞ്ചാരം എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒന്നും ആയിരിക്കില്ല പോകുന്നത്, വേറെ ലെവൽ. ഞങ്ങളിങ്ങനെ അന്തപ്പെട്ട് നോക്കിയിരിക്കുന്നത് എവിടേക്കാണ് പോകുന്നത്, പറയുന്ന സ്ഥലത്ത് ഒന്നുമല്ല, ഞങ്ങൾ സങ്കല്പിക്കില്ല. ഓരോ രാഗത്തിനൊരു ചിട്ടവട്ടം ഉണ്ടല്ലോ, ഞങ്ങൾ അതിനെ ഉള്ളിലേക്ക് ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്. പക്ഷെ ഇത് അവിടെയൊന്നും അല്ല. ശരിക്കും പറഞ്ഞു ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നു, ഒന്നും മനസ്സിലായില്ല മാഷ് എവിടേക്കാണ് പോകുന്നത്. പക്ഷെ ശരിക്കും അതൊരു ദൈവികമായിട്ട് കിട്ടിയൊരു കഴിവെന്ന് തന്നെ പറയാം. ഞാൻ എല്ലായിടവും പറയാണ്ടിരുന്നു അവനെ ഇഷ്ടം. ഞാനിപ്പോൾ ശരിക്കും ഒരു ആസ്വാദികയായി മാറിയത് ഇപ്പോഴാണ് മാഷിൻ്റെ പാട്ടിൻ്റെ. മാഷ് പോയതിന് ശേഷം ആദ്യം കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മാഷ് പോയതിന് ശേഷം ഇഷ്ടംപോലെ സമയം കിട്ടി ആസ്വദിക്കാനായിട്ട്. ഇതൊന്ന് കേൾക്കാമേ നമുക്ക്?
മാഷിനോട് ചോദിച്ചിട്ടുണ്ട്, അടുത്ത് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് മാഷ് കണ്ടത്. അപ്പം മാഷ് പറയാറുണ്ട് ഇപ്പോഴും, അതായത് ഞാനൊരു പാട്ട് മാഷ് പറയുന്നതാണ്, ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴത്തെ ഇന്നമാർ ചെയ്യണമെന്ന് ഒരു പ്ലാനിങ് എനിക്ക് ഉണ്ടാവില്ല. ഒരു പാട്ട് ചെയ്യുമ്പോൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, അത് ഇങ്ങനെ തന്നെ പോകണമെന്നൊന്നും നിർബന്ധമുണ്ടാവില്ല. അല്ല, ട്യൂൺ ചെയ്യുന്ന നേരത്തെ ചെയ്യും, ഓർക്കസ്ട്രേഷൻ അപ്പോഴാണ് ചെയ്യുന്നത്, സ്റ്റുഡിയോ പോയ ശേഷം ചെയ്യുന്നത്. പക്ഷെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ മാഷ് പറഞ്ഞു ശരി, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന രാഗത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ സങ്കല്പിക്കാറില്ല. ഇങ്ങനെ വിചാരിച്ചു ഈ പാട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു അതൊരു പോക്കാണ്. അപ്പം പറയും മൂകാംബികമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഞാൻ പോലും അറിയാതെ വേറൊരു തലത്തിലേക്കാണ് പോകുന്നതെന്ന് പറയാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും, എപ്പോഴും പറയും, അങ്ങനെ പറയുന്നുണ്ട്. പ്ലാനിങ് ഈ പാട്ട് ഈ രീതിയിൽ പോകണം എന്നൊന്നുമില്ല, വരുന്നതാണ്, കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ അത് ഇതിനകത്താണോ എന്നുള്ളത് നോക്കും, രാഗങ്ങളുടെ ഒക്കെ മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മറ്റോ നമ്മുടെ അരയനങ്ങളുടെ വീടില്ല ദീനദയാലോ രാമ ചെയ്യുന്ന സമയത്ത് ദാസേട്ടാ യൂസിലാണ്, ദാസേട്ടനെ വിളിച്ച് അതിൻ്റെ പിന്നെ രാഗത്തിന് എന്തോ ചെറിയ ഡൗട്ട് വന്നിട്ട് ശരി ഇവിടെ വന്നിട്ട് ദാസേട്ടനെ ചോദിച്ചിട്ട് ദാസേട്ടൻ ഇങ്ങനെ ചോദിച്ച് ഇതാക്കും ചെയ്തിട്ട്. അതുകൊണ്ട് അന്ന് അത് ഇങ്ങനെ പറഞ്ഞ് ദാസനെ കൊണ്ട് ഇങ്ങനെ ചോദിച്ച സംശയമൊക്കെ ചിലപ്പം ഈ ചെയ്യുന്ന സമയത്ത് മാഷ് പറഞ്ഞ ഈ രാഗത്തിനെന്ന് പറയുമ്പോൾ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന പോലെ ആയിപ്പോവും ചില നേരത്തിൽ, അതിനകത്ത് നിൽക്കണം, അതിൽ നിന്ന് പക്ഷെ വിട്ടുപോയി കഴിഞ്ഞാൽ അതല്ലാതെ ആയിപ്പോകാനും പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ചില ഡൗട്ടൊക്കെ വരുമ്പോൾ ദാസൻ്റെ ചോദിക്കുമായിരുന്നല്ലോ. ഞാൻ ചോദിച്ചിട്ട് ശരി അതിനങ്ങനെ അതിൽ തന്നെയാണോ എന്നുള്ളതൊക്കെ ചോദിക്കും. എന്ന് വെച്ചാൽ മാഷിനെ സംബന്ധിച്ച് മാഷ് മ്യൂസിക് കോളേജിൽ പഠിച്ചതാണ്, ഗാനഭൂഷണമൊക്കെ ആയതാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരുന്നില്ല, സാധനയും പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അത് ചെയ്തതിന് ഈ കമ്പോസിംഗ് ഒക്കെ തുടങ്ങി പാട്ടുകാരനായിട്ട് വന്നെങ്കിലും ആ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്നിട്ട് പിന്നെ പുസ്തകമൊക്കെ നോക്കേണ്ടി ചില അങ്ങനത്തെ, അപ്പം പുസ്തകം നോക്കുന്ന പരിപാടിയൊന്നുമില്ല. ദാസേട്ടൊക്കെയാണ് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുക. എങ്കിലും ഒരു ലെജൻസ് എല്ലാവരും കൂടെ പാടി, ദേവസഭാതലം എല്ലാവരും കൂടെ പാടിയപ്പോൾ ശരസാറ് ദാസാറ് മാഷും കൂടെ പാടിയപ്പോൾ അതൊരു ചരിത്രമാണ്. അത് കൈതപ്ര അഭിനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവര് എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു ശബ്ദം മാഷിന്റെ ശബ്ദമാണ്, മാഷാണ് കൈതപ്രത്തിന്റെ ശബ്ദം ചെയ്തിരിക്കുന്ന മാഷാണ്. അതാണ് കൈതപ്രത്തിന്റെ ശബ്ദം മാഷിന്റെ ശബ്ദം ഡബിയിരിക്കുന്നത്. അനന്തൻ നമ്പൂരിപ്പാട് എന്നല്ലേ പേര്? അതെ, പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അൽപ്പൻ. ഈ പ്രോഗ്രാമിൽ സുകേഷ് കുട്ടൻ വന്ന് പാടി, അസലായിട്ട് പാടി ദേവസഭയിലും ഈ രംഗത്തിലെ. അപ്പൊ അത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക, അപ്പയും അത്രയും പയ്യനായിട്ട് പോലും അസലായിട്ട് 2 വയസ്സിന്റെ പാട്ട് ദേവസാനം പാടി. അടിപൊളി, നന്നായിട്ട് പാടി. 3 കുട്ടികൾ, നമ്മൾ അനന്യ എന്ന് പറയുന്നൊരു ഓട്ടിസം വയസ്സ് കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയും പിന്നെ പൂജ എന്നൊരു കുട്ടിയും പിന്നെ സുകേഷും, 3 പേരെ നമ്മൾ ഉൾപ്പെടുത്തി. എല്ലാ പ്രാവശ്യം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഓഡിഷൻ ഒന്നുമില്ല, അവർ സ്ട്രേറ്റ് പാടാം. ഒരു കാലഘട്ടത്തിൽ ഗാനമേളക്കാരുടെ ദേശീയ ഗാനമായിരുന്നു ഈ പറയുന്നത് ദേവസഭാതലം. പക്ഷെ ദേവസഭാതലം ശരിക്കും ഒരു കച്ചേരി മൂടാണ്. ആ ഒരു മത്സരത്തിന്റെ ശരിക്കും അതിനകത്ത് മത്സരം ഉണ്ടല്ലോ, മത്സരം തന്നെയാണ് മത്സരം. മത്സരം ഉള്ളതുമാതിരി ആക്ച്വലി വന്നിട്ട് ഇപ്പം നമ്മൾ ശരിക്കും ദാസേട്ടൻ MG ആണല്ലോ പാടിയത്, ഫസ്റ്റ് പാടിയത് CD-യിലൊക്കെ അതാണ് വന്നിരിക്കുന്നതും എല്ലാം വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, MG നന്നായിട്ട് കുട്ടൻ വളരെ മനോഹരമായിട്ടാണ് പാടിയത്. പക്ഷെ എന്താ വെച്ചാൽ അത് കുറച്ചുകൂടെ സുഖിപ്പിക്കുന്ന പാട്ടായിട്ട് പാടി, സുഖിപ്പിക്കുന്ന വരില്ലെന്ന് വെച്ചാൽ ഒരു ഇത് വരുമ്പോൾ ദാസേട്ടനായി കുറച്ചും ബെറ്റർ പാടണമെന്നല്ല വിചാരിക്കും, എല്ലാവരും അങ്ങനെ വിചാരിക്കും. കഥാപാത്രത്തിന് ചേരുന്നില്ല, കഥാപാത്രത്തിന് അതല്ലല്ലോ വേണ്ടുന്നേ. കഥാപാത്രത്തിന് റഫായിട്ടോ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് പാടുന്ന ദാസാറിന്റെ ശബ്ദം ഭയങ്കര രസമാണ്. അതൊരു സംഗീതജ്ഞനാണ്, സംഗീതജ്ഞനാണ്. അപ്പൊ ഒരു ബേസ് വേണം, ഒരു ബേസ്. അത് മോഹൻലാലാണ് പറഞ്ഞത്, രവിയേട്ടന് മാത്രമേ. അതൊരു ധിക്കാരിയാണ്, അതായത് വന്നിട്ട് ഞാൻ അറിവ് കൂടിയ ആളാണ്. അതേപോലെ അത് സംഗീതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ നല്ല അറിയുന്ന ആളെന്നൊരു ഭാവം ഉണ്ടല്ലോ, സംഗീതജ്ഞന്മാരിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭാവങ്ങളിലാണ് കൈതപ്രത്തിന്റെ ക്യാരക്ടർ അതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഗമയിൽ ഇങ്ങോട്ട് വന്നിട്ട് സുഖിപ്പിച്ച് പാടാൻ പറ്റില്ല, ആ ഒരു ഗമയിലെ പാടാൻ. മോഹൻലാലാണ് പറഞ്ഞത് രവിയേട്ടൻ മാറ്റേ ഈ ധിക്കാരം വരുള്ളൂ, ഒരു ധിക്കാരി പോലെ പാടുന്ന പാട്ടാണ്. മാഷിന് പൊതുവെ അങ്ങനത്തെ പേരുണ്ടായിരുന്നു ധിക്കാരി എന്നുള്ളത്. അപ്പം ലാല് പറഞ്ഞപ്പോഴാണ് അത് പിന്നെ മാഷ് തന്നെ പാടിയത്. ഈ പല പാട്ടുകളും ശരി മാഷ് അതുപോലെ തന്നെ മറ്റേതിനകത്ത് പറയുന്നത് കുടിച്ചിട്ട് പാടൂലേ, ശ്രീവിനായകം അതിന്റെ സമയത്ത്. അപ്പോഴും ശരി അതിൻ്റെ അപ്പൊ മാഷ് പറഞ്ഞത് ഈ കുടിച്ചിട്ട് ആരോടെ പാടാൻ വരാൻ പറ്റുന്നത്. അപ്പൊ അത് പാടിയത്
ആ പാട്ട് ശരിക്കും ദാസാറാണ് റെക്കോർഡ് ചെയ്തതെന്നാണ് മാഷ് പറഞ്ഞത്. അതായത് രവിയേട്ടൻ പാടിയപ്പോ ദാസാർ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യാം. നിങ്ങൾ വല്ലാത്തൊരു ഇതായിരുന്നില്ലേ. അത് തനിയാവണം പക്ഷേ കേട്ടോ. ആളുടെ മുന്നിലും ദാസേട്ടൻ കുറച്ച് റിസർവ് ആയിട്ട് നിൽക്കും. പക്ഷെ ഇവർ രണ്ടും ആയി കഴിഞ്ഞാൽ കഥ വേറെയാ. രണ്ടുപേരും മാത്രമാകണം. പക്ഷേ പബ്ലിക് ആയിട്ടില്ല. പിന്നെ ഭയങ്കര തമാശയും പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാത്തിനും ഇപ്പം നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഈ BGM പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ബിറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ക്ലാസിക്കലായിട്ടുള്ള ബിറ്റുകൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ അടുത്ത പാട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഇതിനകത്ത് നടത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഒരു ബിറ്റ് എടുത്തിട്ട് വേറൊരു പാട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു പാട്ട് വീണ്ടും കേൾക്കുമ്പോഴാണ് ഇത് എവിടെയോ ഞാൻ കേൾപ്പിച്ചു തരാമേ. മനസ്സൊരു കോവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പലയിടത്തുണ്ട്, പല പാട്ടുകളിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേറ്റം പറയുന്നത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാന്നാ പറയുന്നത്. ഇത് ഒരു കീർത്തനമാണ് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഈ വശിഷ്ഠ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഹാഗണപതിയാണെന്നുള്ളത്. ഇത് എവിടെയാണ് തിരയാൻ ശ്രമിക്കും. എന്നിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് അതല്ലേ എന്ന് ചോദിച്ചു. അപ്പം ജോജി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. പുള്ളി പറഞ്ഞു ഇത് മഹാഗണപതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം പിടിയിട്ടില്ല. അപ്പം ഇത് എന്താ പറയാ, ദേവികെ പാട്ട് ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. ഇത്തരത്തിലുള്ള വെറൈറ്റി പാട്ടുകൾ ചിലപ്പോഴൊക്കെ വിട്ടുപോകുമ്പോൾ ഞാൻ വിചാരിക്കും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റേ മഴനിലാവിലെ പാട്ടില്ലേ, നമ്മുടെ ഋതുമതിയായി തെളിമാനം എന്ന് പറയുന്ന പാട്ടുണ്ട്. ഋതുമതിയായി തെളിമാനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മംഗല്യ മന്ത്രങ്ങൾ മൂളുന്നു കുരുവികൾ എവിടെയും മാലയ മന്ത്രത്തിൽ എന്ന് പറഞ്ഞത് തന്നെ മഞ്ഞിൽ മുങ്ങി മുന്നിൽ മുങ്ങും അങ്ങനെ എന്ന് പറയുന്നത് ആ സാധനമൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര അങ്ങനത്തെ ചില പാട്ടുകൾ നമ്മൾ വിട്ടുപോകുന്നുണ്ട്. മാഷിന്റെ സോക്കോൾഡ് പാട്ടുകൾ ഉള്ളതുകൊണ്ടും ആഘോഷിക്കപ്പെടുന്ന ഒത്തിരി പാട്ടുകൾ. അതാണ് പറഞ്ഞത്. ഈ പ്രോഗ്രാം ഇപ്പോൾ എവിടെയും മാഷിൻ്റെ പ്രോഗ്രാംസ് ആണ്. എല്ലാവരും കുറച്ച് പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം റിപ്പീറ്റ് ഇപ്പം നമ്മുടെ പ്രോഗ്രാം തന്നെ. ഞാൻ നമ്മുടെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ പറയും, മാഷിൻ്റെ തനി പ്രോഗ്രാംസ് ഒരുപാട് നടക്കുമല്ലോ, അത് നടക്കുമ്പോൾ പറയും നിങ്ങൾ എടുക്കുക, പക്ഷേ കുറച്ച് പാട്ട് വേറെ മറ്റു പാട്ടുകൾ ഉപയോഗിക്കുമോ, അപ്പോഴല്ലേ അതും കൂടെ ഒന്ന് ഇതേപോലെ ആയി വരുവുള്ളൂ. ശരി, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഓർക്കസ്ട്രാക്കാർക്കെന്ന് വെച്ചാൽ അവർ കുറച്ച് സ്ഥിരം പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ പുതിയ പാട്ട് പഠിക്കാൻ തയ്യാറല്ല. മാഷിന്റെ പാട്ടിൽ ഓർക്കസ്ട്ര നല്ല ഹെവി ഓർക്കസ്ട്ര ആയിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ ഹെവി ഓർക്കസ്ട്ര ഉപയോഗിക്കുന്നത് മാഷാണ്. പ്രത്യേകിച്ച് അന്ന് ലൈവ് ഓർക്കസ്ട്ര ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ശരിക്കും മാഷ് പോയതിനു ശേഷം ചെന്നൈയിലെ ഓർക്കസ്ട്രാക്കാർ ഞങ്ങൾക്ക് ജോലി ഇല്ലാതായി എന്ന് വെച്ചാൽ അവർക്ക് ലൈവ് വിളിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. ലാസ്റ്റ് ആ സമയത്തേക്കും വന്നു തുടങ്ങി. ഈ കീബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എല്ലാ അതിനെ തന്നെ ചെയ്യുന്ന മാതിരി ഒരു രീതി വന്നു തുടങ്ങിയപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ജോലിയില്ലാതായി മാഷ് പോയതിനു ശേഷം. മാഷ് എങ്ങനെയാ വെച്ചാൽ മനുഷ്യനും വയലിൻ മസ്റ്റാണ്, വയലിൻ മസ്റ്റ് വേണം, ഫ്ലൂട്ട് മസ്റ്റാണ്, പിന്നെ പെർക്കഷൻ പിന്നെ പറയേ വേണ്ട, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ എല്ലാത്തിനും. അത് മാത്രമല്ല മാഷ് എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ചാലും ഈ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ചെറുതായിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു പ്ലെയറാണ്, അതേ മാഷിൻ്റെ ഓർക്കസ്ട്രേഷനൊന്നും മാഷല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ആരോ ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ആരോ ചെയ്യുന്ന പറയുന്ന കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല പോലെ അറിയാം മാഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാര്യം നമുക്കറിയാം. അപ്പം അതിൻ്റെ മോയം വന്നിട്ട് അതിന് എഗൻസ്റ്റ് എഴുതി, നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, പിന്നെ മാഷ് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മാഷിൻ്റെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഈ നോട്ട്സ് ഒന്നും എടുക്കില്ല. ഈ നോട്ട്സ് കൊടുക്കുമല്ലോ, ആദ്യം നോട്ട്സ് കൊടുക്കുന്നത് മാഷ് എപ്പോഴും പറയാറുണ്ട് സ്റ്റുഡിയോയിൽ ചെന്ന്. അപ്പം പണ്ടത്തെ കാലത്തെ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, എല്ലാ ഇൻസ്ട്രുമെൻറ്റും വന്ന് ഒരുമിച്ചുള്ള റെക്കോർഡിംഗ് ആണ്. പക്ഷേ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മാറി തുടങ്ങി. പക്ഷേ ഫസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു വലിയൊരു ഹാളായിരിക്കും. ഹാളിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റും എല്ലാ പ്ലേയേഴ്സും വന്ന് എല്ലാവരും ഇരിക്കും. എല്ലാ പാട്ടിന് വേണ്ടുന്ന എല്ലാ ഓർക്കസ്ട്ര ഇരിക്കും. ബോത്തിൽ സിംഗറും ഉണ്ടാകും. എല്ലാം കൂടെ ഒരു പാട്ട് ഒരു പകുതി ദിവസം കൊണ്ട് ഒരു പാട്ട് തീരുമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കും ഒരാൾ. പക്ഷെ അത് വലിയ റിസ്ക്കുമാണ്. ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവർ മൊത്തം വീണ്ടും ചെയ്യേണ്ടി വരും. ഒരു ഇന്റർവ്യൂവിൽ മാഷിനോട് മറ്റേ അത് മാഷ് പറയുന്നത് കേട്ടില്ലേ, മാഷ് തന്നെ പറഞ്ഞു അന്ന് ഞങ്ങൾ ഈ ഇട്ടുകൊടുത്തത് മാഷ് തന്നെ. അത് ശരിയുമാണ്. മാഷ് എപ്പോഴും പറയും അവിടെ ഈ
ഇൻസ്ട്രുമെന്റ് പറയും, ഇൻസ്ട്രുമെന്റിന് കണ്ട് പ്രചോദനം വരുന്ന ആളാണ് കാണുമ്പോൾ അത് കണ്ടിട്ട് ശരി ഇതിനകത്ത് പോയി പ്രൊഡ്യൂസറായിട്ട് എത്രയാണ് വഴക്കുണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ബിറ്റേ കാണുള്ളൂ. പക്ഷെ ഒരു ബിറ്റ് വായിച്ചാലും മുഴുവൻ ഒരു കോൾഷിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്ക് മനസ്സിലാവും, പ്രൊഡ്യൂസർമാർക്ക് പൈസ കൊടുക്കാനല്ലേ അറിയാവുള്ളൂ, അവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനകത്ത് വീണ് കൊടുക്കണം ആ പാട്ടിൽ. മാഷ ഈ ഒരു ചെറിയ ബിറ്റിന് വേണ്ടിട്ട് ഒരു കോച്ചിന്റെ പൈസ കൊടുക്കണ്ടേ, അപ്പൊ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, അതെനിക്ക് വേണം മസ്റ്റായിട്ട്. അപ്പൊ വീണയാണെങ്കിൽ വീണ തന്നെ വേണം, സിത്താരാണെങ്കിൽ സിത്താര തന്നെ വേണം, നിർബന്ധം പിടിക്കും അങ്ങനെ. അപ്പൊ ഇതിനൊരു കോംപ്രമൈസ് ചെയ്യുന്ന ആളായിരുന്നില്ല. പാട്ട് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് യാതൊരു കോംപ്രമൈസും തയ്യാറാകാത്ത ഒരാളായിരുന്നു മാഷ്. അതൊരു വലിയ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ് ഈ പേര് ദോഷം എന്ന് വെച്ചാൽ പേര് ദോഷം ധിക്കാരിന്നും അവനൊക്കെ ഉള്ള പേര് വന്നത് അതുകൊണ്ടാണ്. പക്ഷെ പാട്ടിന് ഒരു രീതിയിലും അത് മാത്രമല്ല രജനീഷ്, എത്രയോ പാട്ടുകൾക്ക് മാഷ് കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടുണ്ട്. ചെറിയ മാഷിനെ സംബന്ധിച്ചോളം ചെറിയ കമ്പനി വലിയ കമ്പനി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും നല്ലപോലെ ഒരുപോലെ തന്നെ പറയാം ഇത് എൻ്റെ മ്യൂസിക്കാണ്. ലളിതഗാനം, നാടകഗാനം, ഏത് ഗാനം ചെയ്താലും, സിനിമാ ഗാനം, ഇത് വലിയ പ്രൊഡ്യൂസറാ ഇത് ചെറിയ പ്രൊഡ്യൂസറാ, ഇത് ഒരു വേർപാട് മാഷിനെ സംബന്ധിച്ചില്ല. ഇത് സംഗീതമാണ്, എൻ്റെ സംഗീതമാണ്, അത്രേ പറയുള്ളൂ. എന്നോടൊക്കെ പറയുന്നത് ഞാനൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്യുന്നത് എന്നിട്ട് പറയും. അപ്പോൾ പറയും ശോഭ അവർക്ക് ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇത് പ്രൊഡ്യൂസറിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പാട്ട് ഇതായിപ്പോയെന്ന്. അവർ പറയുന്നത് രവീന്ദ്ര മാഷിൻ്റെ പാട്ട് എന്താ ഇങ്ങനെ എന്നേ ചോദിക്കുള്ളൂ, അതെനിക്ക് പറയുകയുണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു രീതിയിലും ഈ പാട്ടിൻ്റെ അതുപോലെ റെക്കമെൻഡേഷൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് നടക്കുമ്പോൾ അതൊന്നും കൊള്ളാമെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിണങ്ങിയാലും പിന്നെ അടുത്ത വിളിച്ചില്ലേലും ഒന്നും പ്രശ്നമില്ല. ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യല്ലോ, പ്രൊഡ്യൂസർ ആളല്ലേ അടുത്ത പടം കിട്ടണമല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ഇത്രയേ ഉള്ളൂ എന്നാണ്. അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. പാട്ട് ബെസ്റ്റ് ആക്കാൻ വളരെ റെയറായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്. വളരെ മനമുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, ഓ ഈ പാട്ട് ശരി, എൻ്റെ പാട്ട് എന്തായി ഇങ്ങനെ ആയിപ്പോയി. ഇത് ഇപ്പോഴും ദാസേട്ടനോടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. ദാസേട്ടൻ പാടിയിരുന്നത് എങ്ങനെ ഇരുന്നേലും അതങ്ങനെ വരുള്ളൂ. അങ്ങനെ ഇരുന്ന് നമ്മളൊക്കെ പറയും ദാസേട്ടൻ മാത്രം ജീവിച്ചാൽ പോരല്ലോ, മറ്റുള്ളവരും ജീവിക്കണമല്ലോ, അതുകൊണ്ട് അവർക്കും ശരി ഇങ്ങനെ ഈ കമ്പാരിസൺ ഒന്ന് വിട്, എന്നിട്ട് അവർക്ക് അവരുടേതായിട്ട് കൊടുക്കാൻ പറയും. പക്ഷേ രേവട്ടൻ പറയും, രേവട്ടൻ പൂർണ്ണ തൃപ്തി വരണമെങ്കിൽ പെർഫെക്ഷൻ്റെ ആളായിരുന്നു അദ്ദേഹം, വളരെ പെർഫെക്ഷൻ്റെ ആൾ. അതിപ്പോൾ ഈ സംഗീതത്തിൽ മാത്രം എല്ലാ കാര്യത്തിലും, വീട്ടിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ട് കാര്യം നടക്കണം എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ സിനിമയ്ക്ക് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു കോംപ്രമൈസും ഒക്കെ ചെയ്യേണ്ടി വരും. സിനിമ അല്ലേ, സിനിമയിൽ പലപ്പോഴും അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് മാഷിന് പാട്ടുകളുടെ പടങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയത്. ഒരുപാടടുത്ത് മാഷിന് ഈ മാഷിന് ഒരുപാട് പടങ്ങൾ എണ്ണത്തിൽ കൂടി തന്നെ, എണ്ണത്തിന് വളരെ കുറവാണ് മാഷിൻ്റെ പാട്ടുകൾ. പക്ഷെ തമിഴിൽ നിൽക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. തമിഴ് സിനിമയിൽ മാഷൊരു 12 പടം ചെയ്തു, പക്ഷെ പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം അവിടെ വളരെ കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ പ്രൊഡ്യൂസർക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ടുന്ന ഒരു സമ്പ്രദായമാണ് അവിടെയൊക്കെ ഉള്ളത്. പണ്ട് ആദ്യത്തെ ഇളയതൊക്കെ വരുന്നതിന് മുമ്പ് ഇളയതൊക്കെ 1-2 പേരുടെ നട്ടലുള്ള നിൽക്കുന്ന ആൾക്കാർ, ബാക്കി ഒക്കെ കോംപ്രമൈസ് തയ്യാറാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊന്നും മാഷിന് ആ ഒരു ക്യാരക്ടർ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് തമിഴിൽ അന്ന് രേവട്ടൻ ഫസ്റ്റ് മാഷ് ചെയ്ത സമയത്ത് ആദ്യത്തെ പാട്ട് നമ്മൾ ഇളയരാജയ്ക്ക് ഈക്വലായ പൊട്ടൻഷ്യൽ ഒരു മ്യൂസിക് ഡയറക്ടർ വന്നതാണ് അന്ന് ആനന്ദവിടനിൽ ഏറ്റവും അന്നത്തെ സിനിമാ പത്രികയാണിത്. അത് എഴുതിയത് അങ്ങനെയാണ് എഴുതുന്നത്, ഇളയരാജയ്ക്ക് ഈക്വലായ പൊട്ടൻഷ്യൽ മ്യൂസിക് ഡയറക്ടർ ഇതാ വന്നിരിക്കുന്നു മലയാളത്തിൽ നിന്നെന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു. അത്രയ്ക്കും നല്ല സ്വീകരണമായിരുന്നു. പക്ഷേ രവിയേട്ടന് അവിടുത്തെ അവരുടെ സ്വഭാവമായിട്ടൊന്നും ചേർന്ന് പോകാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസും തയ്യാറില്ല. AVM എന്നുള്ള ഏറ്റവും വലിയ കമ്പനിയാണ് AVM എന്ന് പറഞ്ഞത്, ചെന്നൈയിൽ തമിഴ്നാട്ടിലെ. അന്നൊക്കെ AVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നല്ലോ, AVM വാഹിനിയും ഇവരൊക്കെ ആയിരുന്നല്ലോ പ്രൊഡ്യൂസേഴ്സിൻ്റെ കുത്തക അവരായിരുന്നു. അവരുടെ പടം ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു ധർമ്മദേവത എന്നൊരു പടം ചെയ്തു, ഒറ്റപ്പടേ ചെയ്തുള്ളൂ. പക്ഷെ അന്ന് പിണങ്ങി വന്നതാ, അവരോട് എതിർത്തിട്ട് പെട്ടിയെടുത്ത് തിരിച്ച് വന്ന ആളാണ്. ശരി പോയ പോലെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എന്താ അവർ വേറെ ഏതൊരു പാട്ടിൻ്റെ ഒരു ഹിന്ദി പാട്ടിൻ്റെ എൻ്റെ അനുസരിച്ച് ചെയ്യണമെന്ന് കണ്ട് പറഞ്ഞു. വെട്ടി നോക്കിക്കൊണ്ട് നേരെ വീട്ടിൽ വന്നു, ഹാർമോണിയം കൊണ്ട് അസിസ്റ്റൻ്റെല്ലാം നീട്ടിൽ വന്നു. എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും ശരിയാകുന്നില്ല. അല്ല സാർ അങ്ങനെ ചെയ്യേണ്ട ഒരു ഇൻസ്പിറേഷൻ, എനിക്ക് പാട്ട് ഒരു ഇൻസ്പിറേഷൻ വേണ്ട, നിങ്ങൾ സിറ്റുവേഷൻ പറഞ്ഞാൽ മതി, ഞാൻ ആ സിറ്റുവേഷൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു അങ്ങനെ ആ ഒറ്റപ്പെടേ ചെയ്തോളൂ അവരുടേത്. അല്ലെങ്കിൽ എന്താ AVM എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ഥാന മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത്, എന്നിട്ട് കുട്ടികളുടെ പഠിപ്പ് വീട് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. മ്യൂസിക് ഡയറക്ടറിന് വിലക്കെടുക്കും, ഇളയതൊന്നല്ല മറ്റു സാധാരണ മ്യൂസിക് ഡയറക്ടറിനെല്ലാം വിലക്കെടുക്കുന്നതായിരുന്നു അവരുടെ സമ്പ്രദായം. പക്ഷെ അവിടെയാണ് ഈ മാഷ് എല്ലാവരും AVM പിണങ്ങിട്ട് വരികയെ, AVM വഴക്കിടിയാന്നാ ചോദിച്ചത്. അതുകൊണ്ട്
ആരായാലും എനിക്ക് എന്താന്ന് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല അവിടെ നല്ല ടോപ്പിൽ വരേണ്ട നാളായിരുന്നു. ചെയ്ത പാട്ടൊക്കെ നല്ല നല്ല പാട്ടുണ്ട്, നല്ല അന്നത്തെ ഹീറോസും നല്ല. പക്ഷെ ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതെ അതെ. ഈ വ്യത്യസ്തമായ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നീലക്കടമ്പിലെ ഈ പാട്ട്, ഇത് ശരിക്കും വ്യത്യസ്തത എന്ന് പറയുന്ന വാക്ക് അനർത്ഥമാക്കുന്ന പാട്ടാണ്. നീലക്കടം നീലക്കൺപീലികളിൽ ദാസേട്ടന്റെ പാട്ട്, ദാസാറിന്റെ ഈ പാട്ട് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അങ്ങനെ കണ്ട് ഒഴുകി കണ്ട് പോയിട്ടുണ്ട്. ശരിക്കും ഒത്തിരി ബേസ് വോയിസിൽ ഒത്തിരി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല, അത് ശരിക്കും ഈ ദാസേട്ടൻ രവിയേട്ടനോട് ചേരുന്ന സമയത്ത് അവര് വന്നിട്ട് ശരി ഒരു മ്യൂസിക് ഡയറക്ടറും കമ്പോസറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇപ്പം രവിയേട്ടനും ശരി പറയാറുണ്ട്. മനുഷ്യനാണ്, എല്ലാവർക്കും ശരി ചില മൂടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തിലും. അപ്പം രവിയേട്ടൻ ഒരിക്കലും ധൃതിപ്പെടില്ല ദാസേട്ടനെ കൊണ്ട് പാടാനായിട്ട്. ദാസേട്ടൻ്റെ ആദ്യത്തെ മൂടൊക്കെ നോക്കി, വീട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ വന്നിരിക്കുന്നു, പാടാനുള്ള മൂഡിലാണോ അല്ലേ എന്നൊക്കെ നോക്കി, ഇവർ തമാശ പറഞ്ഞ കാര്യമൊക്കെ ആ പക്ക രവിയേട്ടൻ എന്ത് കിട്ടണോ കിട്ടുന്നിടവരെ കൊണ്ടുവരും. കിട്ടുന്നിടവരെ കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോഴും പലപ്പോഴും പറയാണ്ട് എന്നോട് വീട്ടിൽ വന്ന് പറയും, ഇന്ന് പാട്ട് എടുത്തില്ല, എന്തുപറ്റി, ഇന്ന് ദാസേട്ടൻ അത്ര ശരി ഇതായിരുന്നില്ല, അതുകൊണ്ട് നാളെ വെക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞു വന്നു എന്ന് പറയും. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം ആലോചിച്ച് നമുക്ക് എപ്പോഴും കൂടുതൽ പറയേണ്ടിയിരിക്കും. ഈ 4 പാട്ടുകളും ഇതിനകത്ത് തന്നെ നീലക്കുറിഞ്ഞികളുള്ളത് പാട്ട്, ദീപം കൈ ദീപം, എല്ലാ പാട്ടും എല്ലാം സൂപ്പർ പാട്ട്. ഒരു ഫ്രെയിം പോലും ഷൂട്ട് ചെയ്യാത്ത പിന്നെ പടമാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് തോന്നുന്നത് 85ലോ കണ്ട 85ലോ അല്ലെങ്കിൽ 90s മുമ്പിലാണ്, 90 മുമ്പാണ് ചെയ്ത പാട്ടാണ്. ഇന്നും ആ പാട്ടുകൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത അതിൻ്റെ ചെയ്തതൊന്നും ഇതൊക്കെ ഒരു മാഷിനാണെന്ന് നമുക്ക് പറയാൻ തോന്നില്ല. മാഷിൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പാട്ടാണ് ഇതല്ലേ. നീലക്കുറിഞ്ഞികളെ കുറിച്ച് ചിത്ര ചേച്ചി എപ്പോഴും സംസാരിക്കുന്നത് നല്ല അതാ പടം വരത്തോണ്ടാവും. നീ പടം വന്നില്ലേ നിനക്കെന്ത്, നിന്റെ പാട്ട് ഹിറ്റാണല്ലോ. ചേച്ചിയുടെ ടിപ്പിക്കൽ പാട്ടുകൾ ഓർമ്മ എടുക്കാൻ പറ്റുന്ന ഒരു പാട്ടായിട്ടാണ് ഈ നീലക്കുറിഞ്ഞികൾ. കാരണം ചേച്ചിയുടെ വോയിസ് അതിനകത്ത് ഉണ്ട്. അതും ശരി നല്ല സിറ്റുവേഷൻ ഉള്ളൊരു പാട്ടാണല്ലേ, നല്ല ഒരു ഇതാണ്. ഇപ്പം ഞാൻ കഥ അങ്ങനത്തെ ഒരു നല്ല കഥയായിരുന്നു, നല്ല എടുക്കാൻ പറ്റും. പക്ഷെ എന്തോ എനിക്കറിയില്ല വേറെ ഏതെങ്കിലും പടങ്ങൾ ഇങ്ങനെ എല്ലാ പാട്ടും എടുക്കാത്ത പടത്തിൽ ഹിറ്റായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ല, റിലീസാകാത്ത അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാത്ത പടത്തിലെ വേറെ ആരുടെയെങ്കിലും പടം അങ്ങനെ പാട്ടുകൾ ഹിറ്റായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1-2 പാട്ടൊക്കെ ചിലപ്പോൾ ഹിറ്റായിട്ടുണ്ടാവാം. പക്ഷെ ഇതിനകത്ത് ഈ എല്ലാ പാട്ടുകളും ശരി. ഈ ഇടയ്ക്കാണ് ദീപം കഴിയാൻ പറ്റി ഒരാളിങ്ങനെ അതിനെ പറ്റി പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ടിരുന്നു. അതും ശരി, അതിൻ്റെ ഒരു ലെവല് അല്ലേ, പിന്നെ തുടങ്ങിയിട്ട് ആ തുടക്കത്തിൽ നിന്ന് പോയി മാറി പിന്നെ വ്യത്യസ്തമായിട്ട് പോകുന്ന അതിന്റെ ബീജം പല സ്ഥലത്തും കണക്ട് ചെയ്തിരിക്കുന്നത് ലെവലിലേക്ക് പോകുന്നുണ്ട്. അല്ല, അതൊക്കെ ഒരു അപൂർവ ജന്മങ്ങൾ മാഷ. പക്ഷെ നമ്മൾ തന്നെ പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് ഭർത്താവാണെന്ന് പറഞ്ഞാൽ ശരി, ഓരോരുത്തർ ഈ കഴിവ് ദൈവം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ദീപം ഇതിനകത്താണ് വന്നിരിക്കുന്നത്, കുടജാദ്രിയിൽ ഇതിനകത്താണ് വന്നിരിക്കുന്നത്. അതേപോലെ ജയകുമാർ സാറുമായിട്ടാണ് സൗവർണികാമൃതം ചെയ്തിരിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ ഭക്തിഗാനങ്ങളുടെ ശ്രേണികൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പാട്ടുകളായിട്ടും മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഒരു അല്ല മാഷിന്റെ ഒരു എന്താ പറയുന്നത് ഞാൻ എപ്പോഴും പറയും രവീന്ദ്രന്മാർ മറ്റുള്ളവരെല്ലാം എല്ലാം എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാവരെയും കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള മാഷ് ഈ സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ്. സംഗീതം അദ്ദേഹം ആരോ പറഞ്ഞായിരുന്നു, അദ്ദേഹം കുറച്ച് വയറുണ്ടായിരുന്നല്ലോ, തൊപ്പുണ്ട്, കുടവേറുണ്ട്. അതെല്ലാം രവീന്ദ്രൻ മാഷിൻ്റെ കുടവേർ മുഴുവൻ സംഗീതമാണെന്ന്. അവരുടെ ദാസേട്ട ഒരിക്കൽ പറഞ്ഞു, കുടവേറിൽ മാത്രമല്ല ശരീരം മുഴുവനുമാണ്. അത് ശരിയായിരുന്നു കേട്ടോ. എപ്പോഴും ആ ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ആളായിരുന്നു. വീട്ടിലെല്ലാ കംപ്ലീറ്റ് മാഷ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ശരി, മാഷിന് ആ സംഗീതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാഷ് ചിലപ്പോൾ പറയാറുണ്ട്, ആ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു മൂഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം ഇതൊന്നും മാഷിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. എവിടെ ഇരുന്നാലും വരും കമ്പോസ് ദൈവമായിട്ട് പറയും. ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാലല്ലേ, ഊട്ടി കൊടൈക്കനാലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡൊക്കെ പോയല്ലേ വരുള്ളൂ. മാഷിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാഷ് പറയാറുണ്ട്, ഇനി നാളെ തൂക്കിക്കൊല്ലു എന്ന് പറയുകയാണ്, ഇന്ന് വിധി വന്നെനിക്ക് തൂക്കും, നാളെ തൂക്കിക്കൊല്ലും. ഇന്നെനിക്ക് പാട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും, നാളെ അല്ലേ തൂക്കിക്കൊല്ലുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും. നാളെ തൂക്കിക്കൊല്ലുമ്പോൾ ഇന്ന് ഞാൻ ദുഃഖിച്ചിട്ടൊന്നിരിക്കില്ല. അല്ല, ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു വലിയൊരു ഗിഫ്റ്റാണ് അല്ലേ, ഒരു വലിയ ഗിഫ്റ്റാണ് അത് ശരിക്കും കിട്ടുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു കാലഘട്ടം, ദാസേട്ടനെ പോലൊരു സിംഗർ, ഇത്രയും നല്ല പാട്ട് എഴുതുന്ന ആൾക്കാർ ഇവരോട്ടൊക്കെ ആക്കിയത്, പിന്നെ മാഷും ഈ കോമ്പിനേഷനും കിട്ടിയൊരു സന്ദർഭം. അതിനകത്ത് നല്ല കഥകൾ, നല്ല സിനിമകൾ അല്ലേ,
ഡയറക്റ്റ്. അതൊരു ഒരു എന്താ പറയുക, ഭാഗ്യം എന്ന് തന്നെ പറയണം. എന്റെ ഭാഗ്യത്തിന് മാഷ് ഫസ്റ്റ് പാട്ട് 79-ല് ചൂള ചെയ്യുന്നത്. ചൂള ചെയ്യുമ്പോ ഞാൻ ജനിച്ചു. എന്റെ ഒരു ഭാഗ്യമാണ്. എന്റെ ഇളയ മോന്റെ പ്രായം, എന്റെ ഇളയ മോൻ 78. അതേപോലെ ഈ മാഷ് ശരിക്കും മാഷിനെ കല്യാണം കഴിക്കുന്നത് ഒരു ഗായകനെ കല്യാണം കഴിക്കുന്നു എന്നുള്ള ഒരു പ്രൗഡായിട്ടാണ്. പക്ഷെ പാട്ട് മതിയാക്കിയിട്ട് പിന്നെ ഒരു അസാധ്യ സംഗീതജ്ഞനെ എന്നുവെച്ചാൽ അന്നത്തെ എന്റെ അറിവില്ലായ്മ അതെന്താണ് നമ്മൾ കേൾക്കുന്ന ഗായകന്റെ പാട്ടല്ലേ കേൾക്കുന്നത്. ഈ പുറത്ത് ഈ ബാക്കിൽ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ തിരിച്ചുകൊണ്ടെന്ന് അന്നത്തെ കാലത്ത് അറിഞ്ഞു പോലും കൂടെ. അതാണ് ഏറ്റവും തമാശ. അന്ന് അറിയില്ല. അപ്പൊ നോക്കുമ്പോൾ ഗായകനാണ് ഏറ്റവും വലിയ ആള്, ഗായകനാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പാട്ട് കേൾക്കുന്നതാണ്, പുറത്തു വരുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ അതാണല്ലോ. അതിലിപ്പം മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് അറിയാമെങ്കിലും പാടിയ ഒരാൾ പുറത്തു കൊണ്ടുവരണമല്ലോ, എന്നല്ലേ നമ്മൾ കേൾക്കുക. അപ്പൊ ഗായകനാണ് ഇമ്പോർട്ടൻസ് എപ്പോഴും. അപ്പൊ ആ ഗായകനായിരുന്നു. പക്ഷെ മാഷ് നല്ലൊരു ഗായകനായിരുന്നു കേട്ടോ. വിദ്യാസാഗർ സാറിന്റെ ശ്രുതി അമ്മ മാഷിനെ വിളിച്ച് പാടിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വിദ്യാസാഗർ സാറിനോട് വിളിക്കാൻ പറഞ്ഞു. കാരണം ശിഷ്യൻ വിളിച്ച്, അപ്പൊ ശിഷ്യൻ വിളിക്കാൻ പേടിയാണെന്ന് ലാൽ ജോസ് വിളിച്ച് പറഞ്ഞു. ശ്രുതി അമ്മ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മാഷാണ്, അത് ജോൺസൺ തന്നെയാണ്, ജോൺസന്റെ പാടാം. അപ്പം അങ്ങനെ കുറേ പേര് മാഷിൻ്റെ കുറച്ച് ആൽബങ്ങൾ പാടിയിട്ടുണ്ട് വേറെ ആൾക്കാരുടെ. പിന്നെ അവരിങ്ങനെ നിർബന്ധിച്ച് മാഷിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ആൽബങ്ങളിൽ ഭക്തിപ്പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഈ ഇടയ്ക്ക് എനിക്കിപ്പോൾ ഒരാൾ അയച്ചു തന്നു, ഞാൻ കൂടെ അറിയാത്ത, അതായത് ഒരാൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ യൂട്യൂബ് ഇപ്പോൾ വന്നതാണ്, അത് എഴുതിയിരിക്കുകയാണ്, നിതിൻ എന്നൊരാൾ എഴുതിയിരിക്കുന്നത്, പറയാതെ വയ്യ. രവീന്ദ്രൻ മാഷിൻ്റെ ഓരോ വിഭാഗം പാട്ടെടുത്താൽ 2.5 മണിക്കൂർ പുറക്കുന്ന തരത്തിലുള്ള പാട്ടുകളുണ്ട്. പ്രേമഗീതങ്ങൾ എടുത്താൽ പ്രേമഗാനമായിരുന്നു, ദുഃഖഗാനം എടുത്താൽ ദുഃഖഗാനം ഉണ്ടാകും. അപ്പോൾ ഭക്തിഗാനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കാം. ഭക്തിഗാനം അത്രത്തോളം പോപ്പുലർ അല്ല മാഷിൻ്റെ ഈ സിനിമയിലല്ലാത്തത്. അത് മാത്രം എടുത്താലും 2.5 മണിക്കൂർ പുറക്കാൻ നടത്താൻ പറ്റും. അതുകൊണ്ട് ലിസ്റ്റ് മുഴുവൻ അയച്ചു വന്നിട്ടുണ്ട്, മുഴുവൻ ലിസ്റ്റ്. അദ്ദേഹം രവിയേട്ടൻ പാടിയിട്ടുണ്ട് അതിനകത്ത്, പല ഭക്തിപ്പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പാടിയൊക്കെ അത് മുഴുവനും ആളെനിക്ക് ലിസ്റ്റ് എടുത്ത് അയച്ചു വന്നിരിക്കുക മനസ്സിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഇത്രയൊക്കെ പാടി നമ്മളോട് അറിഞ്ഞിട്ടില്ല, അല്ല കൊണ്ട് നമ്മൾ കേട്ട് വിട്ടു. ഉണ്ട് അപ്പോൾ എല്ലാം ഒരാൾ, ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞു ചേച്ചി, ഇത്രയും പുനക്കെട്ടുണ്ടെങ്കിൽ ഇത്രയും കണ്ടുപിടിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ ആ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ശരിക്കും PhD ഇത് ചെയ്യുന്നവരൊക്കെ നമ്മളെ വിളിക്കാണ്ട് ഇടയ്ക്കടിക്കും. ഈ സംഗീതത്തെ പറ്റി ഇത് ചെയ്യല്ല, PhD ചെയ്യില്ല ഓരോരുത്തരൊക്കെ. കൂടുതൽ ഗവേഷണത്തിന് വേണ്ടിയിട്ട് മാഷിൻ്റെ പാട്ടുകളും മാഷിൻ്റെ കാര്യങ്ങളാണ് എടുക്കുന്നത്. ഉണ്ട് തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ, തൃശ്ശൂർ നിലയത്തിൽ നിന്ന് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ഒന്നും പറയുന്നുണ്ടായിരുന്നു. എന്തിനാ രവീന്ദ്രൻ മാഷിൻ്റെ 4 പാട്ട് കേട്ടാൽ മതി, ഒരു സർവകലാശാല ഇപ്പോൾ പഠിച്ചത് മാതിരി ആകും എന്ന് പറഞ്ഞിട്ട് വിസ്തരിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് സ്വരങ്ങൾ വിസ്തരിച്ച് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെയാണ് വെച്ചത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ശരി, അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന. അപ്പം നമ്മൾ അദ്ദേഹം പോയെങ്കിലും ആ പേര് ഇന്നും നമുക്ക് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. റിസർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ത്രയംബകം വില്ലൊടിയും സുമുഹൂർത്തമായി സ്വസ്തി, അത് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഞാനത് വായിക്കുമ്പോഴും ആ ലിറിക്സിലൂടെ ഞാൻ വായിക്കുമ്പോഴും ആ മ്യൂസിക്കുമായിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഓരോ പ്രാവശ്യവും അതിനകത്ത് കുറച്ച് കൂടുതൽ തെളിച്ചം വരുവാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വെല്ലുവിളിയായിട്ട് പറയാറുണ്ട് സുഹൃത്തുക്കളോടൊക്കെ, ഒരു 6 മണിക്കൂറൊക്കെ ഞാൻ ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമാകും രാമസാമ്രാജ്യമേ, ദേവകളെ, മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകും ഇവകളെ, ഇങ്ങനെ ഇത്രയും എഴുതി അവസാനിപ്പിച്ചതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത്രയും സങ്കടം ഉള്ളതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതല്ലേ. എന്നിട്ട് അടുത്തത് ത്രയംബകം, അവിടെ തുടങ്ങുകയാണ്, കഥ പറയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഓരോ സാധനം ആത്മനിവേദനമറിയാതെ അവിടെ പറയുമ്പോൾ വേറൊരു സംഗതിയാണ്. എന്നിട്ട് മറ്റേ പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരമായ ദിഗന്ധങ്ങൾ, അവിടെ മയങ്ങുന്ന അങ്ങനെ അധർമ്മം നടക്കുന്ന മാർത്താണ്ഡ പൗരുഷം രാമശിരായി കറുത്തു കൽപ്പാന്തവാരിയിൽ. എന്നിട്ട് വീണ്ടും അമ്മേ സർവം സഹായം അമ്മേ. ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളും ഓരോ സീതയുടെ മൂഡ് ഓരോരുത്തരെ ഓരോ രീതിയില്, നീ അത് ചെയ്തത് ശരിയായില്ല, പക്ഷെ ഞാൻ ഇവരെയൊക്കെ മാനിക്കുന്നുണ്ട്, നീ അത് ചെയ്തത് നല്ലതാണ്, എന്നെ ഇങ്ങനെ ആക്കി കൗസല രാജകുമാര, പക്ഷെ സ്വസ്തി എന്ന് വെച്ചാ ഇത് നീ ചെയ്തത് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുന്ന മൂഡിൽ അവസാനം അവളുടെ ഒരു ഏതെല്ലാം തരത്തിലല്ലേ. അതെ അതെ, അങ്ങനെയൊക്കെ ആ മ്യൂസിക്കും ലിറിക്സും ആ ആശയവും എന്നാൽ ആ സിനിമയ്ക്ക് ആ പാട്ടിന്റെ സന്ദർഭം എന്ന് പറയുന്ന ഒരു പുതിയ കലാസൃഷ്ടി അവതരിപ്പിക്കുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആഴത്തിൽ അർത്ഥം നോക്കുമ്പോൾ സീത മുഴുവൻ അതിനകത്തുണ്ട്. സീത പെർസ്പെക്റ്റീവ് രാമായണത്തിന്റെ
നമ്മൾ ഇന്ന് വായിക്കുന്ന ഒരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ആംഗിൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവസാനം വന്നിട്ട് പെരുപ്പിക്കൽ പരിപാടി ഉണ്ടല്ലോ. അതാണ് എൻ്റെ ക്ലൈമാക്സ്. അതാണ് അതിൻ്റെ കൂടുതലും സക്സസ്. ആ പടത്തിൻ്റെ സക്സസ് ആ ക്ലൈമാക്സ് സോങ്ങാണ്. അതൊരു വല്ലാത്ത അതൊരു ത്രില്ലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റാ ഒരു ഹോട്ടലിൽ ഇത് വെച്ചിട്ട് അതും വേറൊരു സസ്പെൻസ്. അങ്ങനെ ഇതിൽ ആരുടെ പേർക്ക് എല്ലാവരും ചിന്തിക്കൂലേ ഏത് ബോട്ടിൽ ആര് കുടിക്കാൻ പോകുന്ന ആര് കുടിക്കാൻ. അല്ല, പക്ഷെ അതെല്ലാം കോംബോ അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു സെക്കൻഡ് കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ വിട്ടുപോയ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ നമ്മൾ തപ്പിപ്പറക്കി എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ല. അല്ല, എനിക്കൊന്നും രജനീഷ്, ഞാനിപ്പം ഇത്ര വന്നിട്ടുണ്ട് ഇപ്പൊ കൂടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പണ്ടത്തേനേക്കായി കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അറിയില്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ രവീന്ദ്രൻ മാഷിന്റെ പാട്ട് എടുത്ത് ഇങ്ങനെ പിന്നെ ഈ റിസർച്ച് ചെയ്യുന്നവരും അല്ലാത്തവരും പാടും അത്രയ്ക്കൊരു ഹരമാണ് ഇപ്പൊ എല്ലാവർക്കും. അത്രയ്ക്കും അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ പുതിയ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പൊ അങ്ങനെ ഒരു ഇത്രയ്ക്കും കൂടുതൽ തലവകേണ്ട പാട്ടുകളൊന്നും ഇപ്പോൾ അധികം ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷെ അങ്ങനെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഈ പഴയ പാട്ടുകൾ ഇങ്ങനെ അവർ ഉത്തരവിക്കുന്നത്. കൂടുതൽ പഠിക്കുന്നവർ മാത്രമല്ല, പാടുന്നവർ മാത്രമല്ല, എല്ലാവർക്കും എന്തൊരു ആവേശമാണ്. ഇപ്പം നമ്മുടെ പാട്ടുകാരൊക്കെ പറയും, മധുവാണെങ്കിലും ബിജു ആണെങ്കിലും സുദീപ് ആണെങ്കിലും ഒക്കെ പറയും മാഷിൻ്റെ പാട്ടില്ലാതെ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആരുടെ പ്രോഗ്രാം ആണെങ്കിലും 3-4 പാട്ട് മാഷിനെ പാടി പറ്റുള്ളൂ. പറയും ഞങ്ങൾ അത്രയും തന്നെ എന്തെങ്കിലും ഒന്ന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു ഉണർവ് കിട്ടാൻ വേണ്ടി മാഷിൻ്റെ പാട്ടൊന്നും എന്ന്. അതേപോലെ ഞങ്ങൾ അവരൊക്കെ എപ്പോഴും പറയും ശരിയും. അത് പാടുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണം, ഓഡിയൻസും അതുപോലെ അത് ആസ്വദിക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആവേശം പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എം.ജി. ശ്രീകുമാറിന്റെ ശബ്ദവും ലാലേട്ടന്റെ ശബ്ദവും തമ്മിലുള്ള സിങ്ക് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുന്ദരി പറഞ്ഞതുപോലെ ഈ ഹമ്മിങ് ഒക്കെ ചില സ്ഥലത്ത് ഹമ്മിങ് കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഭയങ്കര രസമായിട്ട് ആകെയുള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് ചിത്രചേച്ചി സ്ഫടികത്തിൽ പാടിയിട്ടുള്ള പാട്ട് മാത്രമാണ് ഈ ജോണറിൽ ഒരു സാധനം വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഹമ്മിങ്ങും ഈ ഒരു ഭാവമൊക്കെ കൊടുത്തിട്ട് വേറൊരു പാട്ട് പിന്നീട് ചെയ്തിട്ടില്ല. പക്ഷെ മാഷ് ആ ജോണറിലും പോയിട്ട് അതേ ചെയ്തു വെച്ചിട്ട് പോയെന്നുള്ളത്. അതേപോലെ തന്നെ ഇതേപോലെയാണ് ഈ എം.ജി. ശ്രീകുമാറിന്റെ ശബ്ദം ഇല്ലേ, നമ്മുടെ കസ്തൂരി എൻ്റെ കസ്തൂരിയില് കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ശ്രീകുമാർ പാടിയപ്പോഴാണ് ബെറ്റർ ആയത്. അതെ വോയിസിന് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള. കാരണം ലാലേട്ടൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഒരിക്കലും വേർതിരിച്ചാൻ അറിയാൻ പറ്റിയിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എം.ജി. ശ്രീകുമാറിനെ അത്രയും അടുത്തറിയുമ്പോ ശരിയാണ് ഇത് എം.ജി. ശ്രീകുമാർ പാടുന്ന തന്നെ. അല്ല, പ്രേമസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിപ്പ് പാട്ട് സീനിൽ അഭിനയിക്കാൻ ലാലിനെ പോലെ വേറെ ആരും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. കാരണം ഇപ്പം ഇത് തന്നെ നമ്മൾ ഹരിമുരളി ലോകത്തിലെ മറ്റേ മധുമൊഴിയുടെ ആദ്യം നിന്നെ തേടിയെന്ന് പറഞ്ഞ് ശ്വാസം പിടിച്ചാൽ നമുക്കൊന്നും ഇത് മോഹൻലാൽ തന്നെ പാടി ശ്വാസം പിടിച്ചു തോന്നും, നമുക്ക് ശ്വാസം മുട്ടും. അതുപോലെ ആ ദേവസഭാതലത്തില് ഇപ്പൊ ഇപ്പുറത്തെ കൈതപ്പുറം അറിയാന്നുള്ള ആളാണ്, മ്യൂസിക് അറിയുന്ന ആളാണ്. പക്ഷെ ലാലേട്ടനെ അറിഞ്ഞൂടല്ലോ. പക്ഷെ ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. കൈതപ്പുറം തന്നെ പുകഴ്ത്തുന്നുണ്ട്. ഇതെന്ത് ലാലെ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ള രീതിയിൽ കൈതപ്പുറം പറയാറുണ്ട്. അതെ അത് പറയുന്നത്. അതാ പറഞ്ഞ അതൊരു അഭിനയിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സംഗീതം അറിയാവുന്നതുകൊണ്ട്, മ്യൂസിക് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി. പക്ഷെ എന്നാലും പിന്നെ ആ ഭാവം വരണ്ടേ. അദ്ദേഹം പണ്ട് ചിത്രത്തിൽ പാടിയ പാട്ട് തന്നെ ശരി, അതാണല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിത്രം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ പാടി കച്ചേരി ചെയ്തിട്ട് അതിൽ ശ്രീകുമാരനെ നമ്മളിവിടെ കാണുന്നവിടെ ശ്രീകുമാരനെ കാണാനേ ഇല്ല, ലാലെന്ന് നമുക്ക് തോന്നുന്നുള്ളൂ ഇത് കാണുന്ന സമയത്തും. അതൊക്കെ ഒരു കഴിവാണെന്ന്. അതിൻ്റെയൊക്കെ ഒരു ശ്രീകുട്ടനെ എപ്പോഴും പറയാറുണ്ട്. ശ്രീകുട്ടൻ പറഞ്ഞ ഫാസ്റ്റ് സോങ്ങാണ് കൂടുതലും കുട്ടൻ പാടിയിട്ടുള്ളത് അല്ലേ, രവിയേട്ടൻ്റെ മാഷിൻ്റെത് ഫാസ്റ്റ് സോങ്ങാണ്. പക്ഷെ അത് ഫാസ്റ്റ് സോങ് പിന്നെ അദ്ദേഹം തന്നെ പാടണം. ശ്രീകുട്ടൻ തന്നെ പാടിയതുകൊണ്ടാണ് അത്രയ്ക്ക് ഇതായത് അല്ലേ. അങ്ങനത്തെ പാട്ടുകളൊക്കെ രാമായണക്കാറ്റാണെങ്കിലും ബാബാ മനോരഞ്ജനാണെങ്കിലും അതൊക്കെ ശരി ശ്രീകുമാർ തന്നെ പാടണം, എന്നാലും ശരിയാണല്ലോ. അത് പിന്നെ അതിനകത്തൊരു ചെറിയൊരു ഇതെന്ന് വെച്ചാലും അന്ന് വരയ്ക്കും ഈ ഹിസൈൻ അസംബ്ലി ഇറങ്ങുന്നവരേക്കും എല്ലാ പടത്തിനകത്തും കുട്ടനാണ് ലാലിന് വേണ്ടി പാടിക്കൊണ്ടിരുന്നത്. എല്ലാ സിനിമയ്ക്കും പിന്നെ വോയിസ് നല്ല സ്യൂട്ടബിൾ ആണല്ലോ ഇവർ തങ്ങളിലെല്ലാം. ലാലാണോ പിന്നെ കുട്ടനാണെന്നല്ല, അതേപോലെ ആയിരുന്നു. പക്ഷെ മാഷി ഹിസൈൻ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ തന്നെ പാടണം നിർബന്ധം പിടിച്ചു.
ഇല്ല എന്ന് വെച്ചാൽ ദാസേട്ടൻ അതിനകത്ത് ആലോചിച്ച് നോക്കാം, അതിനകത്തെ പാട്ടിൽ പിന്നെ ദാസേട്ടനല്ല പിന്നെ ആരും പാടാൻ പറ്റില്ല, പ്രമോദനം ഇനി വേറെ ആരും പാടും. പാടുണ്ട്, ആരും പാടാൻ പറ്റില്ല. അപ്പൊ ലാലിന്റെ കമ്പനിയാണല്ലോ അത്, ലാലിന്റെ പ്രണവത്തിന്റെ ഫസ്റ്റ് പടമാണ്. ലാല് രവിയേട്ടന് വിട്ടു കംപ്ലീറ്റ്, തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ ആരും പാടുന്നുണ്ട്. അപ്പൊ രവിയേട്ടനൊരു ഇപ്പൊ അന്ന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വിഷമം വെച്ചാൽ അന്ന് വരയ്ക്കും എല്ലാ പാട്ടും സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ, ശ്രീകുമാറിൻ്റെ വിഷമം തോന്നുമല്ലോ. ഇത്ര നാൾ വரைക്കും ഞാൻ തന്നെയാണ് ലാലിൻ്റെ എല്ലാ പാട്ടും പാടിക്കൊണ്ടിരുന്നത്. അപ്പം മാറ്റുന്നുള്ള പറയുമ്പോൾ, പക്ഷേ ആ ഒരു പടത്തിൻ്റെ സബ്ജക്റ്റിനും ആ പടത്തിനും ഇതൊക്കെ കുറച്ചുകൂടെ ഒരു ഗാംഭീര്യമുള്ള ഒരു ഇതിൽ വേണ്ടുന്നത്. ആ പടത്തിന് ഒരു സിംഗർ, അതായത് ഒരു കൊലയാളിയാണെങ്കിലും ശരി, അല്ലോട്ട് വന്നിരിക്കുന്നത് അല്ല ഒരു പാട്ടുകാരനാണ് ഈ വന്നിരിക്കുന്ന ഉദ്ദേശം വേറെ ആണെങ്കിലും ശരിക്കും ഒരു സിംഗറാണ് അല്ലേ, വെസൽ സിംഗറായിട്ട് പാടുന്നത്. അപ്പോൾ അതുപോലെ ഒരു പാട്ട് പാടി അവിടെ പിടിച്ചു നിൽക്കേണ്ടുന്ന കാര്യമുണ്ട് അല്ലേ, അവിടെ നിന്ന് അവർ പറഞ്ഞുവിടാൻ പോവുകയാണല്ലോ. അപ്പോൾ അത്രത്തോളം കഴിവ് തെളിയിക്കണ്ടേ അവിടെ. അപ്പോൾ ആ പാട്ട് ആരെങ്കിലും പാടിയാലേ അവിടത്തേന് പിന്നെ അംഗീകരിക്കുള്ളൂ അവിടെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് വോയിസൊക്കെ ഇപ്പം ഒരുപാട് പേര് അന്നത്തെ കാലത്ത് രവിയേട്ടൻ മാഷിൻ്റെ ഒക്കെ കുറച്ചൊരു വിഷമം എല്ലാം മറ്റു സിംഗേഴ്സിനും ഉണ്ടായിരുന്നു. പക്ഷെ മാഷിനെ സംബന്ധിച്ചോളം ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു പാട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് വരാൻ പറ്റും, അത് ഉദ്ദേശിച്ച മനസ്സിന് നമ്മുടെ എല്ലാവരും ഉള്ളിലുള്ളൊരു ഇത് കാണുമല്ലോ. നമ്മളൊരു ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വരണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താലും നമുക്കുണ്ടാവും. അപ്പോൾ പിന്നെ വലിയൊരു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അപ്പം ഈ ഇടയ്ക്ക് കൂടെ എന്നോട് ആരോ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഇപ്പം ദാസേട്ടന് മാത്രം കൊണ്ട് പഠിച്ച് എന്തായിരിക്കും എന്തെങ്കിലും അറിയാം. ഞാൻ എന്തെങ്കിലും അറിയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, ദാസേട്ടൻ ബെസ്റ്റ് സിംഗർ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം അല്ലേ. ദാസേട്ടൻ ബെസ്റ്റ് സിംഗർ അല്ലായിരുന്നു, എല്ലാം പഠിക്കുമായിരുന്നു. ദാസൻ പെർഫെക്റ്റ് സിംഗർ ആയിരുന്നു. ഒരു മ്യൂസിക് ഡയറക്ടർ മനസ്സിലും എന്ത് ഉദ്ദേശിക്കുന്നോ അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ദാസേട്ടന് സാധിച്ചു. ദാസന് ഒന്നിനും കുഴപ്പമില്ല, നല്ല സ്ഫുടമായി, നല്ല പ്രൗഢമായി, അല്ല അതുപോലെ മധുരമായി അല്ലേ, എല്ലാം ഒത്തിണങ്ങിയ ഒരു ശബ്ദമില്ല ദാസേട്ടന്. ഗന്ധർവനാഥത്തിന് എല്ലാം ഉണ്ട്. വരികളാണെങ്കിലും ശരി, അദ്ദേഹം പാടുന്ന കിട്ടാതെ നമുക്ക് വരികൾ പെറുക്കിയെടുക്കാം. അതേപോലെ സ്ഫുടമായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ എല്ലാം ചേർന്നൊരു പെർഫെക്ഷൻ ഉള്ള സമയത്ത് പിന്നെ മറ്റു പരീക്ഷിക്കേണ്ടെന്ന് ആവശ്യമില്ലെന്ന് തോന്നും. നമുക്കാണ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ദി ബെസ്റ്റ് ആവണമെന്നല്ലേ വിചാരിക്കുള്ളൂ. ഞാനതാ പറഞ്ഞത്, ശരി ഒരു ഏതൊരു ഇൻ്റർവ്യൂ തന്നെയാണെന്ന് തോന്നി ഞാൻ പറഞ്ഞു. ആരാണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന ജോലി ബെസ്റ്റ് ആവണമെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികം. അങ്ങനെ സംഭവിച്ചതാണ് അതും. പക്ഷെ അല്ല മാഷിനോട് കടപ്പാടുണ്ടായിരുന്നുണ്ട്. അല്ല ഈ ജനയുഗം പത്രത്തിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഈ സൺഡേ സപ്ലിമെൻറ്റിലുണ്ടായിരുന്നു, എൻ്റെ ഈ മാഷൻ ബർത്ത്ഡേ അന്ന് സൺഡേ സപ്ലിമെൻറ്റിൽ ഫുൾ പേജിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാബുരാജ് ഇങ്ങനെ അതേ തന്നെ തിരിച്ചും ചോദിച്ചുകൊണ്ടേയിരുന്നു. ചോദിച്ചാൽ അതെന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഇതിപ്പോൾ മാഷിനോട് തന്നെ ചോദിക്കണം, എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മാഷിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ല അതങ്ങനെ ചെയ്ത് ശരിയല്ല. ഞാൻ പറഞ്ഞു അതും പറയാൻ പറ്റില്ല, എനിക്കറിഞ്ഞൂടെ അത് ശരിയല്ല എന്ന് പറയാം. അത് മാഷിൻ്റെ തലത്തിൽ ചിന്തിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. അതല്ലേ ദാസർ പാട്ട് നിർത്തിയാൽ സംഗീതം നിർത്തുമെന്ന് പറഞ്ഞ ആളാണ്, മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ ആൾ ശരിക്കും പറഞ്ഞതാണ് കേട്ടോ. മക്കൾ വഴക്കുണ്ടാക്കുമായിരുന്നു വെച്ചാൽ മക്കൾ വഴക്കെന്നല്ല, അവർ പറയും പിന്നെ എത്ര പാട്ടുകാരാണെന്നോ, ഒത്തിരി പാട്ടുകാരിങ്ങനെ വരുന്ന സമയമാണ്. അവരൊക്കെ മാഷിൻ്റെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും. അപ്പോൾ മാഷിങ്ങനെ 4 പാട്ടുണ്ടെങ്കിൽ 4 ദാസേട്ടൻ പാടുന്ന വിട്ടിട്ട് ഒരു പാട്ട് മറ്റാർക്കൊണ്ട് പാടിക്കാമല്ലോ, മറ്റവർക്ക് പാടിക്കാമെന്നുള്ളൊരു അഭിപ്രായമൊക്കെ ശരി അവരൊക്കെ മക്കളൊക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് പിന്നെ മക്കളിങ്ങനെ എന്നിട്ട് പറയും ദാസേട്ടൻ പാട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ദാസങ്ങൾ ഇല്ല പാടുന്നില്ല, ഞാൻ സംഗീതം നിർത്തും എന്നേ പറയുള്ളൂ. ശരി എന്നാൽ ഞാൻ വേറെ പരീക്ഷിക്കൊന്നും പറയില്ല. അങ്ങനത്തെ ഒരു മാഷിന് ഒരു ഭയങ്കര ആരാധകനായിരുന്നു ദാസേട്ടൻ കേട്ടോ. ആരാധനയായിരുന്നു, ഭയങ്കര ആരാധന. ദിവസം പറയും ഒരു രവിയേട്ടൻ പറയുന്നത് എന്തറിയാമോ, ഈ ദാസനെ കുറിച്ചിട്ട് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞ് രവിയേട്ടന് സഹിക്കൂല. തന്നെ പറ്റി പറഞ്ഞാലും സഹിക്കും, പക്ഷെ ദാസനെ പറ്റി പറഞ്ഞാൽ സഹിക്കൂല. ആരെങ്കിലും പറഞ്ഞ് സഹിക്കണം. ഇതിനും പറഞ്ഞ് ഞാൻ ആരാധിക്കുന്ന വെച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കാണല്ലോ ഈ കഴിവ് കൊടുക്കുക. സംഗീതമാണെങ്കിലും കലകളാണെങ്കിലും കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അതിൻ്റെ ഒരു വിഭൂതിയാണ്. നമ്മളങ്ങനെ പറയാം, വിഭൂതി, ദൈവത്തിൻ്റെ വിഭൂതി നേരെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ, എല്ലാവർക്കും പാടാനോ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ കഴിവുകളുണ്ടോ. ദാസേട്ടനെ ദൈവം അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്ന ഒരാളാണ് അല്ലേ, ഗന്ധർവനായിട്ട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൊണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച ആളിനെ നമ്മൾ ആരാധിക്കുക, അതാണ് പക്ഷം പറയുന്നത്. ദൈവം ആരാധിക്കുന്ന അദ്ദേഹത്തിനെ നമ്മൾ ആരാധിക്കും, നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്ന പോലെയാണ്. ഇങ്ങനൊരു നിലപാടായിരുന്നു രവിയേട്ടൻ. പക്ഷെ അത് ഞാൻ പറയുന്നത് ശരി. നമുക്ക് പിന്നെന്താന്ന് വെച്ചാൽ ഈ എന്താ പറയുക, അന്നത്തെ കാലത്ത് പിന്നെ ദാസേട്ടൻ മതിയായിരുന്നു എല്ലാവർക്കും. ദാസേട്ടനല്ലേ എത്രയോ പേര് പാട്ടിനെ പോലെ ദാസേട്ടനെ പോലെ പാടുന്നതൊക്കെ. അപ്പം അപ്പൊക്കെ ഇവർ പറയും ദാസേട്ടൻ ഉണ്ടല്ലോ പാടാനായിട്ട്, പിന്നെ ഇപ്പോൾ ദാസനെ പോലെ ഒരാളെന്തിന്, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഒറിജിനലുണ്ടല്ലോ എന്ന്. അങ്ങനെയൊക്കെ ദാസേട്ടനായിട്ടൊരു വല്ലാത്തൊരു ബോണ്ടിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ട്.